ഹലോ കൂട്ടുകാരെ, തുരുമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്യാൻ പറ്റിയ എക്സ്പീരിയൻസ് ആണ് ഞാനിന്ന് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ പുതിയ 2025 മോഡൽ അഡ്വഞ്ചർ 390S ആണ്. അതായത് ടോപ്പ് വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് ടെസ്റ്റ് റൈഡിന് കിട്ടിയിട്ടുള്ളത്. ഹലോ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലത്തുള്ള സാരഥി KTMൻ്റെ ഷോറൂമിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ പുതിയ ADV 390Sൻ്റെ ടെസ്റ്റ് റൈഡ് എടുത്തത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും പുതിയ വണ്ടി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്, കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ അത്യാവശ്യം ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാറുള്ളത്. അതായത് കംപ്ലീറ്റ് ഇപ്പോൾ ഒരു വണ്ടീനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ആസ്പെക്റ്റും, നമ്മൾ സീറ്റ് ഹൈറ്റ് തൊട്ട് നമ്മൾ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ഫീച്ചേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടൈം കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആസ്പെക്റ്റ് ഏതാണോ അത് നിങ്ങൾ കറസ്പോണ്ടിങ് ടൈം കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടൻറ്റ് മാത്രമായിട്ട് കാണാനുള്ള ഒരു ഓപ്ഷനും കൂടെ യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. സോ നിങ്ങൾക്ക് ലോങ് വീഡിയോസ് കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇൻ കേസ് നിങ്ങളിത് ഈ വണ്ടി പർച്ചേസ് ചെയ്യാനായിട്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള യൂസ് ഉണ്ടാവും. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ റൈഡ് റിവ്യൂ പാർട്ടിലോട്ടാണ് പോകുന്നത്. വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോർഷനാണ് നമ്മുടെ റൈഡ് റിവ്യൂ പാർട്ട്. അപ്പോൾ റൈഡ് റിവ്യൂ പാർട്ട് കഴിഞ്ഞിട്ട് ബാക്കി പോർഷനിലോട്ട് പോകാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ പുതിയ ADV 390S എത്തിയിട്ടുണ്ട്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ കയ്യിൽ ഈ വണ്ടി എത്തിച്ചേർന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് കിടക്കുകയാണ്. ബിക്കോസ് ഒരുപാട് കിലോമീറ്റേഴ്സ് ഓടിക്കാനൊന്നും നമുക്കില്ല. ഓക്കേ, ആദ്യമേ തന്നെ നമുക്ക് ചെറുതായിട്ട് കണ്ട ADV കിട്ടിയപ്പോൾ തന്നെ ചെറിയൊരു ഓഫ് റോഡ് ബാച്ച് തന്നെ കിട്ടി. ആഹാ, ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിഷ്യൽ ഇംപ്രഷൻസിലോട്ട് പോവാം. ആദ്യമേ തന്നെ മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 390 Gen 3യുടെ സെയിം എൻജിനാണ് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ സെയിം എൻജിനാണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ RPM ഇപ്പോൾ 3000 RPM എത്തിയിട്ടേ ഉള്ളൂ. ഞാൻ 50ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഫുഡ് പാക്കിൽ നല്ല വൈബ്രേഷൻസ് വരുന്നുണ്ട്. പിന്നെ സീറ്റിൽ ചെറുതായിട്ട്, പക്ഷെ അത്ര അനോയ് ചെയ്യുന്ന രീതിയിലല്ല. ഫുഡ് പാക്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്കുള്ള ഒരു വൈബ്രേഷൻ ആണെന്ന് പറയേണ്ടി വരും. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു ADV ആണ് ഓടിക്കുന്നതെന്ന് അറിയുന്നേ ഇല്ല. സ്മൂത്ത് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് ആണേ. വളരെയധികം സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിത് പറഞ്ഞില്ലേ, എനിക്ക് ഹിമാലയൻ്റെ ഗിയർ ബോക്സ് ഇതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഷിഫ്റ്റിങ് ഭയങ്കര സ്മൂത്തായിരുന്നു. ബാക്കി ഞാൻ ഓടിച്ചിട്ടുള്ള എല്ലാ ADVസും ഒരുവിധം കുറച്ച് ക്ലാങ്കി ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ്, കുറച്ച് ഒട്ടും സ്മൂത്ത് അല്ലാത്തൊരിതാണ്. അപ്പോൾ ഞാൻ നോർമലി ADVs എല്ലാം ആ ഒരു പാറ്റേണിലായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. ഈവൻ ചെരുപ്പിടാതെ എൻ്റെ ബൈക്കിൻ്റെ ഷിഫ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. കാല് നല്ല വേദന എടുക്കും. ആ ഒരു അവസ്ഥയാണ്. ഷിഫ്റ്റിങ് നമ്മൾ ചട്ടപ്പെട്ട ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു 390 Gen 3യുടെ ഒരു ചാട്ടം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ചാട്ടം ഫീൽ ചെയ്യുന്നുണ്ട്. 250 കുറച്ചുകൂടെ ബാലൻസ്ഡാണെന്ന് പറയേണ്ടി വരും. ഹോൺ എന്തോ എനിക്ക് ഹോണ് ലൗഡല്ല, മറ്റേ നമ്മുടെ നോർമലി കാണുന്ന കീക്കി സൗണ്ടല്ല. ഒരു ഇതുണ്ട്, ഒരു എന്താ പറയുന്ന ഒരു മസ്കുലിൻ ഒരു സാധനമുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഓക്കെ എന്ന് പറയേണ്ടി വരും.
മിറേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡോമിനാറിലൊക്കെ ഉള്ള മിററാണ്. നമ്മൾ ഡ്യൂക്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള മിറേഴ്സ് തന്നെയാണ്. അത്യാവശ്യം വിസിബിലിറ്റി കാര്യങ്ങളുണ്ട്. ഞാൻ മിറർ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു വണ്ടിയിൽ കയറുന്ന സമയത്ത്. സോ എനിക്ക് റൈറ്റ് സൈഡ് കുറച്ച് എത്തിപ്പിടിച്ച് നോക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ വിസിബിളായിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാനുള്ളത് ഹാൻഡിൽ ബാർ അത്യാവശ്യം വൈഡാണ്. പിന്നെ രണ്ടാമത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വൈഡ് ആകുമ്പോൾ തന്നെ നമുക്ക് ഓഫ് റോഡ് കണ്ടീഷൻസിലൊക്കെ അത്യാവശ്യം ഹാൻഡ്ലിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈസി ആയിട്ട് നോട്ടീസ് ചെയ്യുന്ന ഈ ഒരു റാലി ടവർ മോഡലിലുള്ളൊരു നമ്മുടെ മീറ്റർ കൺസോളാണ്. ഈസി ആയിട്ട് ഇപ്പോൾ ഞാൻ വിത്ത് ക്യാമറ വെക്കുന്ന സമയത്താണെങ്കിലും നോർമലി ബൈക്കിൻ്റെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം മീറ്റർ കൺസോൾ പ്രോപ്പറായിട്ട് അത് ജസ്റ്റ് ഒന്ന് താഴ്ന്നു നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ റോഡ് നോക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു വിസിബിലിറ്റി കറക്റ്റ് പൊസിഷനിങ്ങിലാണെന്ന് പറയേണ്ടി വരും. പിന്നെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈസറാണ്. വൈസർ സത്യം പറഞ്ഞാൽ ഇത്രയും ഈ ഒരു ബജറ്റിൽ കിട്ടുന്ന വണ്ടിയിൽ ഇത്രയും ടോളായിട്ടുള്ളൊരു വൈസർ ഞാൻ സത്യം പറഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതിൻ്റെ ലോഞ്ച് വന്ന സമയത്താണ് ഇത്രയും ടോൾ വൈസർ ഇവർ സ്റ്റോക്കായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ വലിയൊരു പ്ലസ് ആയിട്ട് പറയേണ്ടി വരും. ഹാൻഡ്ലിങ് അത്യാവശ്യം സ്മൂത്താണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ കേട്ടോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ വളരെയധികം നിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഡിസൈനിങ്ങും കാര്യങ്ങളും വരുന്നത്. ആ ഒരു ഡ്യൂക്കാണ് ഓടിക്കുന്നതെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ ഹാൻഡ്ലിങ് വരുന്ന സമയത്ത് നമ്മൾ പറയുമല്ലോ, അതേ ഒരു സംഭവം തന്നെ ഈ ഒരു ADVയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഹാൻഡ്ലിങ്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഇതിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് എക്സോസ്റ്റിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഒരു KTM പോലെ അല്ല എക്സോസ്റ്റ് ഫീൽ ചെയ്യുന്നത്. എക്സോസ്റ്റ് കുറച്ചുകൂടെ ഒരു മുരൾച്ചയുണ്ട്. കുറച്ചുകൂടെ ഒരു പ്രീവിയസ് വെർഷനെക്കാട്ടിലും ആ ഒരു കാര്യം എടുത്ത് പറയേണ്ടി വരും കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എൻറ്റൊന്ന് ഓടിച്ചതാണ്. ഇവിടെ കണ്ടോ സാഡിൽ ചെയ്യുന്ന സമയത്ത് വളരെയധികം കംഫർട്ടബിളായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. ഓഫ് റോഡ് പാച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കംഫർട്ടബിളായിട്ട് നമുക്ക് ഓടിക്കാം. വളരെയധികം കോൺഫിഡൻസ് തരുന്നൊരു പോസ്റ്റർ കേട്ടോ. എൻ്റെ വണ്ടിയിൽ ഇതേപോലെ ഇത്ര സ്മൂത്തായിട്ട് എനിക്ക് സാഡിൽ ചെയ്ത് ഓടിക്കാൻ ഞാൻ ഇനിഷ്യൽ ടൈമിൽ കോൺഫിഡൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് പറയും. കാര്യം ഈവൻ ദോ നമുക്ക് അത്രയും ഗ്രിപ്പ് ചെയ്യാനുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളും എല്ലാം വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും വളരെയധികം ഈ ഒരു ബസ്സിനെസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അന്യായ ഫീലാട്ടോ വണ്ടി. ഹാൻഡിൽ ചെയ്യുകയാണെങ്കിലും ഷിഫ്റ്റിംഗ് ആണെങ്കിലും നമ്മൾ ടേൺ ചെയ്യുമ്പോൾ എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് നോക്കാൻ പോവുകയാണ്. ഓക്കേ, എൻ്റെ മോനെ ഇത് ആക്ച്വലി ഭയങ്കര അധികം ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു വണ്ടി. അയ്യോ, ഓക്കെ. ഇനി റൈഡിങ് പോസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലെഗ് വരുന്നത് നമ്മുടെ കറക്റ്റ് സീറ്റിന് താഴെയായിട്ടാണ് വരുന്നത്. ഒട്ടും സ്പോർട്ടി ആയിട്ടുള്ളൊരു പോസ്റ്റർ അല്ല. കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പോസ്റ്ററാണ്. ബാക്ക് റിയർ പോർഷൻ നമ്മുടെ മുതുക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം അപ്രൈറ്റ് ആയിട്ടാണ് പൊസിഷൻ വരുന്നത്. പിന്നെ കണ്ട ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടോ, നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം അറ്റൻഷൻ കിട്ടുന്നുണ്ട്. റോഡ് പ്രസൻസ് അത്യാവശ്യം നൈസാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഡിസൈൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നത്. കാര്യം ഭയങ്കര അധികം കംഫർട്ടബിളായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു പ്ലസ് ആയിട്ട് പറയേണ്ടി വരും. ചെറുതായിട്ട് ഹീറ്റ് അടിച്ചു തുടങ്ങി, പക്ഷേ അത്ര വലിയ അനോയ് ചെയ്യുന്ന രീതിക്കുള്ള ഹീറ്റല്ല. ഞാൻ 390യുടെ കേസ് പറഞ്ഞില്ലേ, ഡ്യൂക്ക് 390യുടെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. വളരെയധികം എന്താ പറയുക, ഒരു ഹീറ്റ് വേവ് അത് അത്ര പോലെ ഉള്ളൂ. വലിയ നമ്മൾ അനോയ് ചെയ്യുന്ന രീതിക്കുള്ളൊരു ഹീറ്റോ അങ്ങനെ ഒരു രീതിക്കൊന്നുമില്ല. ഹിമാലയൻ ഓടിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാഫ് മസിലിൻ്റെ ആ പോർഷനിൽ നല്ല രീതിക്ക് ഹീറ്റ് അടിക്കുന്ന രീതി. ബിക്കോസ് അതിൻ്റെ നമ്മൾ ഫുഡ് പാക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻജിൻ പ്ലേസ്മെൻ്റ് ആണെങ്കിലും കാലിനോട് ചേർന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റ് അത്രയും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, പ്രത്യേകിച്ച് സിറ്റി കണ്ടീഷൻസിൽ ഓടിക്കുമ്പോൾ. അപ്പോൾ അതൊരു ഫാക്ടറായിട്ട് എടുത്ത് പറയേണ്ടി വരും. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഹീറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം
ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് എടുത്ത് പറയേണ്ടി വരും കേട്ടോ. പിന്നെ ഭയങ്കര നിമ്പിളാണ് ഇത്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ KTM ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, വെയിറ്റ് ഇല്ല, ടൂർ ചെയ്യുമ്പോഴത്തേക്ക് കാറ്റ് പിടിക്കും, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പൊന്നു കൂട്ടുകാരെ, ഇതിന് വെറും 10 കിലോ മാത്രമേ കുറവുള്ളൂ നമ്മുടെ ഹിമാലയനുമായിട്ട്. അതായത് ഹിമാലയൻ 196 kgs ആണെന്നുണ്ടെങ്കിൽ ഇത് 185 kgs ആണ് വെയിറ്റ് വരുന്നത്. സോ അത്ര ലൈറ്റ് വെയിറ്റ് അല്ല. അത് അവരുടെ കൺസ്ട്രക്ഷൻ്റെ ഗുണമാണ്, ആ ഡിസൈനിങ്ങിൻ്റെ ഗുണമാണ് നമുക്കത് ഓടിക്കുന്ന സമയത്ത് അത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. എൻ്റെ വണ്ടി ഇതിനെക്കാട്ടിൽ ലൈറ്റാണ്. സോ അതും കൂടെ ഇവിടെ പറഞ്ഞോട്ടെ. കണ്ടോ, നമ്മൾ ആ ഓട്ടോയുടെ ബാക്കിൽ നമ്മുടെ വ്യൂ കാണുന്നുണ്ടോ, എന്ത് ലുക്കാ. ഈ ഒരു നമ്മുടെ ഓഫ് റോഡ് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഈ വണ്ടിയിൽ പോകുമ്പോൾ എന്തോരം ടോളായിട്ടാണ് ഇരിക്കുന്നതെന്ന് കണ്ടോ. കറക്റ്റ് വൈസറിൻ്റെ മുകളിൽ ഹെഡ് വരുന്ന രീതിക്ക് അത്രയും ടോളായിട്ടുള്ളൊരു വൈസറും, അതേപോലെ തന്നെ നമ്മൾ വണ്ടിയുടെ പുറത്ത് വലിയ വണ്ടികളുടെ പുറത്തിരിക്കത്തില്ലേ, പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് ഹൈറ്റിലിരിക്കുന്ന ഒരു ഫീലുണ്ട്. അത്യാവശ്യം ടോളായിട്ടുള്ളൊരു സീറ്റ് പൊസിഷനിങ്ങും കാര്യങ്ങളുമാണ്. പിന്നെ സീറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നുള്ളതാണ് സീറ്റിൻ്റെ കാര്യം KTMൻ്റെ. അപ്പോൾ കൂടുതലും ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ സീറ്റിൻ്റെ കാര്യം സെപ്പറേറ്റ് ടൂറിങ്ങിൻ്റെ കാര്യം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ബട്ട് ആ ഒരു കംഫർട്ട് വൈസ് അത്രയും ബാക്കി ADVs ഇപ്പോൾ ഹിമാലയനുമായിട്ടോ GS ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. നമ്മൾ ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ കാര്യം ട്രൈ ചെയ്യാൻ പോവാണ്. ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ കേസ് 4500 RPM മുകളിൽ കയറിയാലാണ് കുറച്ചുകൂടെ സ്മൂത്ത് എന്നാണ് പറഞ്ഞത് സർവീസ് സെൻറ്ററിൽ നിന്ന്. ഓക്കെ, അപ്പ് ഷിഫ്റ്റ് ഓക്കെ എന്ന് പറയേണ്ടി വരും. ഡൗൺ ഷിഫ്റ്റ് ഓക്കെ. ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലേ, അപ്പ് ഷിഫ്റ്റ് 4500 RPM കയറി കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ സ്മൂത്തർ എന്നാണ് പറഞ്ഞത് ഷോറൂമിൽ നിന്ന്. അപ്പോൾ അതേപോലെ തന്നെയാണ്. പക്ഷേ ഏറ്റവും സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. സ്റ്റിൽ ലോഡ് RTR ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്ന ഒരു വണ്ടി ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഈ ഒരു സെഗ്മെൻറ്റിൽ. സോ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വിക്ക് ഷിഫ്റ്റർ, പക്ഷേ ഡെഫിനറ്റ്ലി ബെറ്റർ ആക്കിയിട്ടുണ്ട് കേട്ടോ, ബെറ്റർ ആയിട്ടുണ്ട് KTMൻ്റെ സൈഡിൽ നിന്ന്. ബട്ട് ആ ഒരു ക്വാളിറ്റിയിലോട്ട് എത്തിയോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല, ഇനിയും ടൈം എടുക്കും എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ബ്രോയുടെ കൂടെ പോയപ്പോൾ ഇതുവഴിയായിരുന്നു ടേൺ എടുത്തത്. ഈ ബ്രോ ഇതുവഴിയാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഡെൻസ് ട്രാഫിക്കിലാണ് പോകുന്നത്. സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഞാൻ ഹിമാലയൻ ഓടിച്ച സമയത്ത് നമ്മൾ അത്യാവശ്യം ഒരു മോഡറേറ്റ് ട്രാഫിക്കായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. അതിന് മുന്നേ വരെ ഹൈവേ പെർഫോമൻസ് ആയിരുന്നു, ഹൈവേ ഇതായിരുന്നു, പാറ്റേൺ ആയിരുന്നു നമ്മൾ ഓടിച്ചത്. പക്ഷേ സ്റ്റിൽ നല്ല രീതിക്ക് ഹീറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഹീറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഹീറ്റ് ഉണ്ട്, പക്ഷേ അനോയ് ചെയ്യുന്ന രീതിക്ക് ഹീറ്റില്ല എന്ന് പറയേണ്ടി വരും, എടുത്ത് പറയേണ്ടി വരും. വളരെയധികം റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ആ ഒരു കാര്യത്തിൽ ഡെഫിനറ്റ്ലി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് വെർഷനെക്കാട്ടിലും. സ്പീഡ് കയറുമ്പോഴത്തേക്ക് ആ ഹീറ്റ് അറിയുന്ന പോലുമില്ല, അങ്ങ് പോകുന്നുണ്ട്. പിന്നെ വൈസറിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ത്രീ90യുടെ കേസ് പറഞ്ഞപ്പോഴേ, Gen 3യുടെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ റൈഡ് കംപ്ലീറ്റ് ചെയ്യാറായ സമയത്ത് എൻ്റെ കൈ നല്ല രീതിക്ക് മരവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ രീതിക്കുള്ളൊരു വൈബ്രേഷൻ ഹാൻഡിൽ ബാറിലില്ല കേട്ടോ, ഡെഫിനറ്റ്ലി അതെടുത്ത് പറയേണ്ടി വരും. ഒരു രക്ഷയില്ല. നമ്മൾ ഒരുപാട് സ്പീഡിന് ഓടിച്ചിട്ടില്ല, ബട്ട് എൻ്റെ മോനെ സസ്പെൻഷൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ, ഇതുവരയ്ക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ADVയുടെ നമ്മൾ ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 177 mm ഉണ്ടായിരുന്നുള്ളൂ ട്രാവലും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അത് 200 mm ആക്കി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. വളരെയധികം അടിപൊളിയാണ്. സസ്പെൻഷൻ്റെ കേസിൽ കുറേ അടിപൊളിയായിട്ടുണ്ട്, കുറേ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ.
അടിപൊളിയായിട്ട് കംഫർട്ട് തരുന്ന ഒരു സസ്പെൻഷൻ തന്നെയാണ് ADV 390 KTM പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ സ്ഥലത്തൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ഓഫ് റോഡ് എക്സ്പ്ലോർ ചെയ്യാറ്. പിന്നെ ടൂറിങ്ങിന് എന്ത് വേണം, നമുക്ക് ക്രൂസ് കൺട്രോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. വല്ലാത്തൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി, ബിക്കോസ് ചാൻസ് കിട്ടിയിട്ടില്ല. ഓ, ഞാൻ കട്ടർ കയറിയുണ്ടോ അറിഞ്ഞ പോലുമില്ല. ഡെഫിനറ്റ്ലി സസ്പെൻഷൻ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓടിച്ചങ്ങ് പോകാൻ തോന്നുക, ഒരു ലോങ് അങ്ങ് വിടാൻ തോന്നുക. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു കംഫേർട്ടാണെങ്കിലും എൻജിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒരു രക്ഷയില്ല. അടിപൊളിയാട്ടോ, അടിപൊളി എക്സ്പീരിയൻസ്. ആ ഒരു വൈബ്രേഷൻ്റെ കേസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 10 on 10. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യമേ തന്നെ ഈ വണ്ടിയുടെ ലുക്കിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ വണ്ടിയുടെ ലുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ലുക്ക് പേഴ്സ്പെക്റ്റീവാണ്. ബട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഡെക്കാർ റാലി ഇൻസ്പയർഡ് ആണ്. ഡെക്കാർ റാലി എന്താണെന്ന് അറിഞ്ഞാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എക്സ്ട്രീം ആയിട്ടുള്ളൊരു ഓഫ് റോഡ് റേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഡെക്കാർ റാലി എന്ന് പറയുന്നത് 10,000 കിലോമീറ്റർ അടുപ്പിച്ച്, ഫിക്സഡ് കിലോമീറ്റേഴ്സ് അല്ല, ഓരോ സീസണിലും ഓരോ നിയർലി 10,000 കിലോമീറ്റേഴ്സ് വരുന്ന ഒരു എക്സ്ട്രീം ആയിട്ടുള്ള സർവൈവൽ ഓഫ് റോഡ് റേസാണ് നമ്മുടെ ഡെക്കാർ റാലി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന എക്സ്ട്രീം ആയിട്ടുള്ള ഓഫ് റോഡ് മോഡിഫൈഡ് ആയിട്ടുള്ള വെഹിക്കിൾസിൻ്റെ ഏകദേശം സിമിലർ ഡിസൈനിലാണ് നമ്മുടെ ഈ ഒരു പുതിയ ADV 390 വരുന്നത്. ഇതിൻ്റെ ഒരു നമ്മുടെ ഓൺ റോഡ് പ്രസൻസ് ഞാൻ ഓടിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഒരു ഓഫ് റോഡ് ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയൊരു വണ്ടിയിൽ പോകുന്നൊരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. പ്ലസ് നല്ല രീതിക്ക് ഒരു അറ്റൻഷനും കിട്ടുന്നുണ്ട് റോഡിൽ. അപ്പോൾ അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ ഈ ഒരു വണ്ടിയുടെ നമ്മുടെ സ്പൈ ഷോട്ട്സ് ഒക്കെ ഇറങ്ങിയ സമയത്തെ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു വണ്ടി വരാൻ വേണ്ടിയിട്ട്. കാര്യം ഇതിൻ്റെ ഫ്രണ്ടിലെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആണെങ്കിലും DRL പ്ലേസ് ചെയ്തേക്കുന്നതാണെങ്കിലും ഈ സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കുള്ള ഡിസൈൻ ആണെങ്കിലും ടോളായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ ഈ ഒരു പൊസിഷനാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ വണ്ടിക്കകത്തിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു റിഫ്ലക്ഷൻ അടിച്ച സമയത്തൊക്കെ അടിപൊളി ലുക്കാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു ഫെൻഡർ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നതാണെന്നുണ്ടെങ്കിലും ഇത് നോർമലി നമ്മൾ മോഡിഫൈ ചെയ്താണ് ഇത്രയും ലോങ് ആയിട്ടുള്ള ബീക്കും കാര്യങ്ങളും കൊടുക്കുന്നത് വണ്ടിക്ക്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും വളരെയധികം കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ഡിസൈനാണ്. പക്ഷേ ഇത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് അത്രയ്ക്ക് ഐ പ്ലീസിങ് ആയിട്ട് തോന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡെക്കാർ റാലി ഇൻസ്പയർഡ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു അത്രയും എക്സ്ട്രീം ഓഫ് റോഡ് ആയിട്ടത്ര ഓഫ് റോഡ് ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ജേണി ആയിട്ടത്ര പരിചയക്കാരല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബോറിങ് ഡിസൈനായിട്ട് ചിലപ്പോൾ തോന്നാം. ബട്ട് അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവാണ്, ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവാണ്. എന്താ പറയുന്നത്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളുമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ ADV 390 പ്രൊവൈഡ് ചെയ്തേക്കുന്നതെന്ന് എടുത്ത് പറയേണ്ടി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സീറ്റ് ഹൈറ്റിൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല ആൾക്കാർക്കും ഇപ്പോൾ ടോളായിട്ടുള്ള ഒരു ബൈക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഷോർട്ടായിട്ടുള്ള ഒരു റൈഡർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുള്ളിക്കാരന് ഒരു മുൻവിധി എന്നൊക്കെ പറയത്തില്ലേ, അതായത് ഈ വണ്ടി കംഫർട്ടബിൾ ആയിരിക്കുമോ, പ്ലാൻഡ് ഔട്ട് ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഓടിക്കാൻ പറ്റുമോ, ലോങ് റണ്ണിൽ ബുദ്ധിമുട്ടായിരിക്കുമോ. പിന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ ബോഡി ഷെയിം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, വലിയ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ തവളെ പോലെയൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബൈക്ക് ഇപ്പോൾ എത്ര ടോളാണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് സ്കിൽഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓടിക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ADV എടുക്കുന്ന സമയത്ത് ഒരുപാട് ഇതുപോലത്തെ കമൻസും കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ ഹൈറ്റ് 168 centimeters ആണ്. 835 mm ഉള്ള സീറ്റ് ഹൈറ്റുള്ള ഒരു ADVയിൽ ഞാൻ കയറി ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ടിപ്പ് ടോയിങ് ആയിരുന്നു. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് സ്റ്റാർട്ടിങ് ടൈമിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും ഫാമിലി സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഒരുപാട് കമൻസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അതായത് കംഫർട്ടബിൾ ആവത്തില്ല, ഈ വണ്ടി എടുക്കണ്ട എന്നൊക്കെയുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വണ്ടി എടുത്ത സമയത്തും ഒരു മാസം എനിക്ക് ഏകദേശം അങ്ങനത്തെ ഒരു തോട്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം ഇത് ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റായി പോയെന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവഞ്ച്വലി അത് മാറി. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വണ്ടിയായിട്ട് ഞാൻ അഡാപ്റ്റായി. ആ ഒരു ഹൈറ്റ് കുറവെന്നുള്ളൊരു ഫാക്ടർ അവിടെ ഇല്ലാതെയായി. സോ അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ടോൾ ബൈക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഷോർട്ട് റൈഡർ ആണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 1 month അല്ലെങ്കിൽ 2 month നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിലുള്ള കാര്യങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ വണ്ടിയായിട്ട് യൂസ്ഡ് ടു ആവും, കംഫർട്ടബിൾ ആവും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ ഹൈറ്റ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ, സോ നമ്മൾ ഈ വണ്ടിയുടെ കാര്യത്തിലോട്ട് പോകുമ്പോൾ
830 ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് വേരിയൻ്റ് നോക്കുകയാണെങ്കിൽ 855 ആയിരുന്നു അതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. 855 ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ പ്രീവിയസ് വെർഷൻ ഓടിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെയധികം നാരോ ആയിട്ടുള്ളൊരു ഈ ഒരു പോർഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ലെഗ് വെക്കുന്ന സമയത്ത് കുറച്ച് സസ്പെൻഷൻ സോഫ്റ്റ് ആകുമ്പോൾ വെയിറ്റും കൂടെ കൊണ്ട് കുറച്ച് ഏകദേശം ഒരു ടിപ്പ് ടോയിങ് ആയിരുന്നു എനിക്ക് അത്രയും സീറ്റ് ഹൈറ്റ് ഉണ്ടായിട്ടും. എൻ്റെ വണ്ടിയിൽ ഓടിക്കുന്ന പോലത്തെ ഒരു കംഫർട്ട് എനിക്ക് അതിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 830 ആണ്. അപ്പോൾ എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. കയറി ഇരിക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു പോസ്റ്ററിലാണ് വരുന്നത്. അതായത് തീരെ ടിപ്പ് ടോയിങ് അല്ല, കുറച്ചുകൂടെ ഒന്ന് നമുക്ക് പകുതി ഫീറ്റ് വെക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു കംഫർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി നമുക്ക് ഈ ഒരു പോസ്റ്ററിൽ നിന്ന് എടുത്തു വെക്കാനും വളരെയധികം ലൈറ്റായിട്ട് പറ്റുന്നുണ്ട്. എൻ്റെ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 835 ആണ്. ഇത് 830 ആണ്. അപ്പോൾ ആ ഒരു എക്സ്ട്രാ ഒരു എന്താ പറയുന്നത് ഒരു കോൺഫിഡൻസ് കാര്യങ്ങൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. പിന്നെ റൈഡിങ് സ്റ്റാൻഡ്സിൻ്റെ കാര്യം കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ഫുഡ് പാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് എക്സാക്ട്ലി നമ്മുടെ ലോ ബാക്കിന് താഴെയായിട്ടാണ് വരുന്നത്. വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനാണ്. ടാങ്ക് സ്ലീക്കാണ്. നമ്മളൊരു സ്പോർട്ടി അല്ലെങ്കിൽ ഒരു നേക്കഡ് ബൈക്കിന് കിട്ടുന്ന ഒരു ടാങ്ക് ഗ്രിപ്പ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഈ ഒരു കംഫർട്ടബിളായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. ലോങ് ടൂറിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്ലേസ് ചെയ്യാം. പക്ഷേ കോർണറിങ്ങിന് അത്രയും കോൺഫിഡൻസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് പറയും. കോർണറിങ്ങിൻ്റെ ഒരു മൈനസ് സംഭവം ഞാൻ പറയാം, ടയറിൻ്റെ കേസ് പറയുന്ന സമയത്ത് പറയാം. ഇതൊരു ടൂറിങ് ഓഫ് റോഡിങ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രീവിയസ് വെർഷനെ വെച്ചിട്ട് നോക്കുമ്പോൾ വീൽ ബേസും കാര്യങ്ങളൊക്കെ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു നേക്കഡ് പെർഫോമൻസ് ഉണ്ടല്ലോ, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടർ എക്സ്പെക്റ്റ് ചെയ്യരുത്. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ ഹാൻഡിൽ ബാർ പ്ലേസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഡ്യൂക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, കുറച്ച് സ്പോർട്ടിയാണ്, കുറച്ച് ഫ്രണ്ടിലോട്ടായിരിക്കുന്നത്. ഇത് കംഫർട്ടബിളായിട്ട് ടോളായിട്ടുള്ള വൈഡായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് കൂടുതൽ കംഫർട്ട് ഫോക്കസ് ചെയ്താണ് ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനിങ് എന്ന് പറയേണ്ടി വരും. അത്യാവശ്യം ടോളായിട്ടുള്ള വൈഡായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ്. അപ്പോൾ വൈഡ് ഹാൻഡിൽ ബാറിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ അഡ്വാൻറ്റേജസ് ഞാൻ ഹാൻഡിൽ ബാർ പറയുന്ന സമയത്ത് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് റൈഡിങ് സ്റ്റാൻഡ്സ് വരുന്നത്. അപ്പോൾ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിങ് സ്റ്റാൻഡ്സ് ആണ്. ഈസി ആയിട്ട് നമുക്ക് ഒരു 100-200 കിലോമീറ്റേഴ്സൊക്കെ ഒറ്റ റണ്ണിൽ പോകുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക അധികം ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു പോസ്റ്ററാണ് വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഞാൻ സാഡ്ലിംഗ് പോസ്റ്ററിൻ്റെ കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ സാഡിൽ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ റണ്ണിങ്ങിൽ ഞാൻ ഇത് ചെയ്തായിരുന്നു, ഡെമോ കാണിച്ചു തന്നായിരുന്നു. വളരെയധികം പ്രീവിയസ് വെർഷനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ബെറ്റർ ആക്കിയിട്ടുള്ള ഒരു റൈഡിങ് നമ്മുടെ സാഡ്ലിംഗ് സ്റ്റാൻഡ്സ് ആണെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ഒരു പോസ്റ്ററിലാണ് വരുന്നത്. നമ്മൾ ഹാൻഡിൽ ബാർ ചെറിയൊരു ഹാൻഡിൽ ബാർ റൈസറും കൂടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അപ്രൈറ്റ് പോസ്റ്ററിൽ കിട്ടും. അത് നിങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് ആണ്. കാര്യം നമ്മളിപ്പോൾ ഒരു ക്ലൈംബൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് വീലിലോട്ട് കൂടുതൽ വെയിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോസ്റ്റർ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പോസ്റ്ററിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ഇനി ബാക്കിലോട്ട് നമ്മളിപ്പോൾ ഒരു ജമ്പ് എടുക്കുന്ന സമയത്ത് ബാക്കിലോട്ട് ചെയ്യാനും വെയിറ്റ് ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് പറ്റുന്ന രീതിക്കുള്ള ഒരു പോസ്റ്ററിലാണ് നമ്മുടെ ഫുഡ് പാക്ക് ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ടാങ്ക് കൊടുത്തേക്കുന്നതാണെങ്കിലും അതേപോലെ തന്നെ ഹാൻഡിൽ ബാർ കൊടുത്തേക്കുന്നതാണെങ്കിലും വളരെയധികം കോൺഫിഡൻസ് വരുന്നുണ്ട്. ഈവൻ നമ്മൾ ഇപ്പോൾ വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഹിമാലയൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹിമാലയൻ കുറച്ച് ഹെവിയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ടൂറിങ് മെഷീനാണ്. ബിക്കോസ് കുറച്ചുകൂടെ ഹൈ സ്പീഡിൽ നല്ല സ്റ്റേബിൾ ആയിരിക്കും, വെയിറ്റാണ്, മെറ്റലാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ ജസ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് വണ്ടികളും തമ്മിൽ 10 kgs മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. 185 kgs ഉള്ള ഒരു വണ്ടിയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഈ വണ്ടി ഓടിച്ചിട്ട് ഇതിന് 185 kgs ഉണ്ടെന്ന് ഒരൊറ്റ മനുഷ്യൻ പറയത്തില്ല. ബിക്കോസ് അത്രയ്ക്ക് ആ ഡിസൈനിങ്ങിൽ ആ ഒരു നമ്മൾ ആ ഒരു എക്സ്ട്രാ പോയിന്റ് കൊടുക്കേണ്ടി വരും. അത്ര അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഈസി ആയിട്ട് നിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ആ ഒരു ഹാൻഡ്ലിങ്ങിലാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഓൺ പേപ്പർ എത്ര വെയിറ്റ് ഉണ്ടെന്ന് അറിയത്തില്ലെങ്കിൽ ഇത് ഓടിച്ചിട്ട് നിങ്ങളൊരു മാക്സിമം ഒരു 170, 160, 170 അത്രേ പറയുള്ളൂ വെയിറ്റ്. ബിക്കോസ് അത്രയും അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് മാനേജ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിന് കൂടെ എനിക്ക് എടുത്ത് പറയേണ്ടി വരും. ബിക്കോസ് അങ്ങനെ കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പറയുന്നത് അത്ര വെയിറ്റ് ഇല്ല. വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഹൈ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റേബിളാണ്, കംഫർട്ടബിളായിട്ട് നമുക്ക് ക്രൂസ് ചെയ്ത് പോകാനും പറ്റുന്ന രീതിക്കുള്ള ഒരു വണ്ടിയാണ് ഇവിടെ നമ്മുടെ ADV 390 പുതുതായിട്ട് KTM ഇറക്കിയ ADV 390S എന്ന് പറയുന്നത്.
പിന്നെ സാഡ്ലിംഗ് പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഹാൻഡിൽ ബാർ റൈസർ ഇപ്പോൾ നോർമലി ഏത് ADVs എടുത്താലും, ഇപ്പോൾ എൻ്റെ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടോളായിട്ടുള്ള ഹാൻഡിൽ ബാർ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ഹാൻഡിൽ ബാർ റൈസർ വെച്ചു. അപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഓഫ് റോഡ് ചെയ്യാം. ബിക്കോസ് ഞാൻ കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞ ആളാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ സമയത്താണെങ്കിൽ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തല്ലോ, ഞാൻ കുറച്ചുകൂടെ കംഫർട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഹാൻഡിൽ ബാർ റൈസർ വെക്കുമ്പോൾ എനിക്ക് സാഡിൽ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഓഫ് റോഡ് നമ്മൾ എന്തെങ്കിലും ഇത് വരുന്ന ഇറഗുലാരിറ്റീസ് വരികയാണെങ്കിൽ റോഡിൽ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. സോ ആ ഒരു കാര്യം ഓർമ്മിച്ചിരിക്കുക. സോ അത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ വണ്ടിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഏറ്റവും ഏറ്റവും സ്റ്റാർ ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ എൻജിൻ. ഇത് നമ്മുടെ ഡ്യൂക്ക് 390 വരുന്ന സെയിം എൻജിനാണ്. അപ്പോൾ ഡ്യൂക്ക് 390 ഓടിച്ച സമയത്ത് ഞാൻ എൻജിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ റണ്ണിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് വണ്ടി സെയിം എൻജിനാണ് ഷെയർ ചെയ്യുന്നത്, നമുക്ക് ഫീൽ ചെയ്യത്തേയില്ല. ആ ഒരു രീതിക്കുള്ള ഡിഫറൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുമ്പോൾ LC4C എൻജിനാണ്. LC4C എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ലിക്വിഡ് കൂൾ 4 സ്ട്രോക്ക് കോമ്പാക്റ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. ഇതിൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് കൂൾഡ് അറിയാമല്ലോ നിങ്ങൾക്ക്, ലിക്വിഡ് കൂൾഡ് എൻജിനാണ്, പ്ലസ് 4 സ്ട്രോക്കാണ്, കോമ്പാക്റ്റ് ആണ്. കോമ്പാക്റ്റ് മീൻസ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രീവിയസ് വെർഷനെക്കാട്ടിലും ഒരുപാട് ലൈറ്റ് വെയ്റ്റും ആണ്. അതുപോലെ തന്നെ പിസ്റ്റൻ്റെ ആണെങ്കിലും സിലിണ്ടറിൻ്റെ ആണെങ്കിലും ഡിസൈനും, അതേപോലെ തന്നെ ഫ്രിക്ഷനൊക്കെ വളരെയധികം കുറച്ചിട്ടുള്ള മെറ്റീരിയൽ, വേറെ ഡിഫറെൻറ്റ് മെറ്റീരിയലും അതേപോലെ ഡിസൈനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ് നമ്മുടെ പുതിയ കോമ്പാക്റ്റ് എൻജിൻ LC4C എൻജിൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, 390 Gen 3 സെയിം എൻജിൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ് നിയർലി 400 cc ഡിസ്പ്ലേസ്മെൻറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 46 PS പവർ, 39 Nm ടോർക്ക്, ആ കാര്യങ്ങളെല്ലാം ഓൾറെഡി അറിയാമെന്നുള്ള കേസാണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഹൈ കംപ്രഷൻ എഞ്ചിനാണ്. ഹൈ കംപ്രഷൻ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കംപ്രഷൻ റേഷ്യോ വരുന്നത് 11.6:1 ആണ്. അതായത് കംപ്രഷൻ റേഷ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സിലിണ്ടറിൻ്റെ വേക്കൻറ്റ് വോളിയം ഉണ്ടല്ലോ, അതും നമ്മുടെ ഫ്യൂവൽ വന്നിട്ട് ആ ഫ്യൂവലിനെ കംപ്രഷൻ നടക്കുന്നുണ്ട്, ബേൺ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അത്രയും കംപ്രസ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു വോളിയം റേഷ്യോ എടുക്കുന്ന സമയത്താണ് നമുക്ക് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്ന ഒരു ഫാക്ടർ, ഒരു നമ്പർ കിട്ടുന്നത്. അത് കംപ്രഷൻ റേഷ്യോ ബെറ്റർ ആക്കുമ്പോൾ എന്താ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂവൽ വേസ്റ്റേജ് ഉണ്ടാവില്ല. ഏത് മെഷീനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് അതിൽ അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ബേൺ നടക്കത്തില്ല. അപ്പോൾ കംപ്രഷൻ റേഷ്യോ കൂട്ടുന്നതിലൂടെ നമുക്ക് ഫ്യൂവലിൻ്റെ എഫിഷ്യൻസി, അതായത് ബേണിംഗ് എഫിഷ്യൻസി കുറച്ചുകൂടെ കൂട്ടാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത്രയും CCയിൽ ബെറ്റർ ആയിട്ടുള്ളൊരു എക്കണോമി നമുക്ക് അതിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നല്ല പവറും ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ ഒരു ചെറിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഹൈ കംപ്രഷൻ എഞ്ചിനിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒക്ടേൻ ഫ്യൂവൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ഹൈ ഒക്ടേൻ ഫ്യൂവൽ യൂസ് ചെയ്യുന്നതായിരിക്കും എഞ്ചിൻ്റെ ആണെങ്കിലും പെർഫോമൻസിൻ്റെ ആണെങ്കിലും ബെറ്റർമെൻറ്റിന് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് 95 RON ഹൈ ഒക്ടേൻ ഫ്യൂവൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വിത്തൗട്ട് എഞ്ചിൻ നോക്കിങ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഹൈ സ്ട്രോക്ക് എഞ്ചിനാണ്. അപ്പോൾ നോർമലി ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനാണ്. നോർമലി നമ്മുടെ KTM എല്ലാ വണ്ടികളും ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിൻസാണ്. അത് എന്താ ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോർ ടു സ്ട്രോക്ക് ഡയമെൻഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ സിമിലർ കാറ്റഗറിയിൽ വരുന്ന ADV, അതായത് ഹിമാലയനുമായിട്ട് കമ്പയർ ചെയ്ത് പറയാം. രണ്ടിൻ്റെ ക്യാരക്ടർ തന്നെ എപ്പോഴും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇതിൻ്റെ ബോർ ടു സ്ട്രോക്ക് റേഷ്യോ ഇത് വരുന്നത് ഡയമെൻഷൻ വരുന്നത് 89:64 ആണ്. അതായത് അത്രയ്ക്ക് കുഞ്ഞ് സ്ട്രോക്കാണ് വരുന്നത്. ഓക്കെ, ഹിമാലയൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ ഹിമാലയൻ്റെ 84:81 ആണ്. അതായത് രണ്ട് എഞ്ചിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഓവർ സ്ക്വയർ എഞ്ചിനും അതൊരു നിയർ സ്ക്വയർ എഞ്ചിനുമാണ്. ഓക്കെ, അപ്പോൾ എന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയർ സ്ക്വയർ എഞ്ചിനിൽ കൂടുതൽ ബെറ്ററായിട്ട് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതായത് ലോ എൻഡിൽ നമുക്ക് കുറച്ചുകൂടെ കുറച്ച് RPM കൂടുതൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഹൈ സ്ക്വയർ എഞ്ചിനിൽ വരുന്ന സമയത്ത് എന്താ വെച്ചാൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ടോർക്ക് ജനറേറ്റ് ചെയ്യുന്ന ഹിമാലയനിൽ 5500 RPM-ലും ഇതിൽ മാക്സിമം ടോർക്ക് ജനറേറ്റ് ചെയ്യുന്ന 6500 RPM-ലാണ്. അതായത് 1000 RPM ഏർലി ആയിട്ട് അതിൽ മാക്സിമം ടോർക്ക് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അത് ഫസ്റ്റ് മനസ്സിലാക്കാം. പിന്നെ കംപ്രഷൻ റേഷ്യോ കൂടുമ്പോൾ പവർ അത്രയും ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവും. ഇതുപോലെ നമ്മുടെ ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഹീറ്റ് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതേപോലെ തന്നെ വൈബ്രേഷൻസ് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ സിംഗിൾ സിലിണ്ടർ ഏത് വണ്ടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിൽ വൈബ്രേഷൻസ് മസ്റ്റാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക.
പക്ഷേ സിംഗിൾ സിലിണ്ടറിൽ നമുക്ക് കൂടുതൽ പവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഡിസൈനിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കോംപ്ലിമെൻ്ററി ആയിട്ട് അൺഇൻവൈറ്റഡ് ഗസ്റ്റ് കുറേ ഐറ്റംസ് വരും. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൽ ഓക്കെ പിന്നെ ഈ ബോറിൻ്റെ സ്ട്രോക്കിൻ്റെ കാര്യം പറയുന്നതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബോറും സ്ട്രോക്കും ഡയമെൻഷനും കൂടെ വെച്ചിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് പൈ ഇൻറ്റു ബോർ/2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സ്ട്രോക്ക് ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്, അങ്ങനെ ഒരു ഇക്വേഷനും കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് നമുക്കിപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറയില്ല എഞ്ചിൻ്റെ, അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അതും കൂടെ അറിയാം. പിന്നെ നോക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിമിലോട്ട് പോകാം നമുക്ക്. ഓക്കെ, എഞ്ചിൻ്റെ കാര്യം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാം. ഇതിൻ്റെ ഫ്രെയിം വരുന്നത് സ്പ്ലിറ്റ് ട്രെയിലിസ് ഫ്രെയിമാണ് വിത്ത് ബോൾട്ടിൻ സബ് ഫ്രെയിം കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ സബ് ഫ്രെയിം എന്ന് പറയുന്നത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വണ്ടിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് കരുതിക്കോ, അതായത് ഇപ്പോൾ റിയർ പോർഷനിൽ വണ്ടി ഏതെങ്കിലും വന്ന് ഇടിക്കുകയോ ആക്സിഡൻറ്റ് ഉണ്ടാവുകയോ ചെയ്ത് റിയർ പോർഷൻ ഡാമേജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രെയിം പോർഷൻ നമുക്ക് മാറ്റിയിട്ട് വേറൊരു ഫ്രെയിം വെക്കാൻ പറ്റും. അതായത് ഈസി ടു മെയിൻറ്റെയിൻ ആണ്. നമ്മളിപ്പോൾ ഹിമാലയനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹിമാലയൻ്റെ ട്യൂബുലാർ ട്വിൻ സ്പാറാണ് അതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത്. അത് വെൽഡ് ചെയ്ത് വെച്ചേക്കുന്ന പോയിൻ്റ് കാര്യങ്ങളുമാണ്. അപ്പോൾ അതിലെന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് റിജിഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫ്രെയിം ആയതുകൊണ്ട് നമുക്കത് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും. ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്താ ഡിസഡ്വാൻറ്റേജ് സൈഡിലോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എഞ്ചിൻ സൈഡ് മൗണ്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ സൈഡിലുള്ള വൈബ്രേഷൻസ് ട്രെയിൽസ് ഫ്രെയിമിൽ കൂടുതൽ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ ഇതിൽ ട്വിൻ സ്പാറിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റിജിഡ് ആയതുകൊണ്ട് അത്രയും വൈബ്രേഷൻസ് അതിലോട്ട് വരത്തില്ല. പക്ഷേ ഇതിൽ വൈബ്രേഷൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് KTM കുറേ ഡിസൈൻ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ നമ്മൾ ഡ്യൂക്ക് 390 പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡുവൽ ബാലൻസർ ഷാഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാലൻസർ ഷാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പിസ്റ്റൺ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇൻറ്റേർണൽ ഇനേർഷ്യൽ ഫോഴ്സസ് ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും, വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഞ്ചിൻ കമ്പോണൻസ് ഫ്രിക്ഷൻ കുറയ്ക്കാനും അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആക്കാനും ഒരുപാട് ഡിസൈൻ ചേഞ്ചസും മെറ്റീരിയൽ ചേഞ്ചസും കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇനർഷ്യൽ ഫോഴ്സസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ബാലൻസർ ഷാഫ്റ്റ് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെ വൈബ്രേഷൻസ് കുറയ്ക്കാൻ പറ്റും. ഇൻറ്റേർണൽ ഇനർഷ്യൽ ഫോഴ്സ് ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡ്യൂക്ക് 390 ആയിട്ട് ഉള്ള ഡയറക്റ്റ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ മൗണ്ട് പോയിൻറ്റ്സ് ആണ്. ഇതിൽ എഞ്ചിൻ മൗണ്ട് ചെയ്തേക്കുന്നത് റബ്ബർ ബുഷസ് കൊടുത്തിട്ടാണ് എഞ്ചിൻ മൗണ്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കൂടുതലും നമുക്ക് വൈബ്രേഷൻസ് ഡാമ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതാണ് വൈബ്രേഷൻസ് കുറയ്ക്കാനായിട്ട് കൊടുത്തേക്കുന്ന ഡിസൈൻ ചേഞ്ചസ്. പിന്നെ ഈ ഫുഡ് പാക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു റബ്ബറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രിപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിലും ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ റണ്ണിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് പാക്കിലും ഹാൻഡിൽ ബാറിലും വൈബ്രേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈബ്രേഷൻസ് ഹാൻഡിൽ ബാറിലത് നമ്മുടെ ഡ്യൂക്ക് 390 ഓടിക്കുന്ന പോലെ അത്രയും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വന്നിട്ടില്ല. ബട്ട് ഫുഡ് പാക്കിൽ എവിഡൻ്റ് ആയിട്ട് അറിയുന്നുണ്ടായിരുന്നു. അത് ഒരു ലോവർ RPM, ഒരു 3000 5000 RPM ആ ഒരു റേഞ്ചിലാണ് നല്ല രീതിക്ക് അറിയുന്നുണ്ട്. അത് ലോവർ RPM തൊട്ടേ അറിയുന്നുണ്ട് ഫുഡ് പാക്കിലെ ആ ഒരു ബസ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ റേഡിയേറ്റർ ഹീറ്റ് മാനേജ്മെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂക്ക് 390യുടെ കേസിൽ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാഫിക് കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിൽ ഓടിച്ച സമയത്ത് ചൂടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചൂടാവും. അത് ഇത്രയും വലിയൊരു എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചൂടാവും. പക്ഷേ അത് മാനേജ് ചെയ്തേക്കുന്ന രീതിയാണ്. ഇപ്പോൾ 250യുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാഫ് മസിലിൻ്റെ ആ ഒരു പോർഷനിലോട്ട് ഹീറ്റ് അടിക്കുന്ന ഒരു രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ ഹിമാലയൻ ഓടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് ഹിമാലയൻ്റെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ബെറ്ററാണ് കേട്ടോ ഹീറ്റ് മാനേജ്മെൻറ്റ്. അത് എടുത്ത് പറയേണ്ടി വരും. കാര്യം ഞെട്ടിപ്പോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് വർഷം ഞാൻ ഓടിച്ച് റിവ്യൂ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെറുതായിട്ടൊരു ഓഫ് റോഡ് കയറിയ സമയത്ത് തന്നെ അതിൽ ഫാനൊക്കെ ഓണായിട്ട് ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീറ്റ് മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ആ ഒരു കാര്യം കൊണ്ട് എടുത്ത് പറയണ്ടേ, വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഹീറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഹീറ്റ് വേവ് അടിക്കുന്നു എന്നുള്ള കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വളരെയധികം കംഫർട്ടബിളാണ്. അത് മാനേജ് ചെയ്തേക്കുന്ന രീതിയും ഈവൻ നമ്മൾ സിറ്റി ട്രാഫിക്കിലാണ് കൂടുതൽ ഓടിച്ചത്, ബട്ട് സ്റ്റിൽ വളരെയധികം കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ കർവ്ഡ് ആയിട്ടുള്ള ഒരു റേഡിയേറ്ററും അതേപോലെ തന്നെ ട്വിൻ ഫാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഇതിൻ്റെ ഓവറോൾ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ അത് എടുത്ത് പറയേണ്ടി വരും.
സീറ്റിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ KTM നോർമലി നമ്മൾ കണ്ടുവരുന്ന ടൈപ്പ് സീറ്റ് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. വളരെയധികം ബെറ്റർ ആയിട്ടുള്ള ഒരു കുഷനിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് വെർഷനെക്കാട്ടിലും കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റും. ഈവൻ ടെസ്റ്റ് റൈഡ് എടുത്ത സമയത്താണെന്നുണ്ടെങ്കിലും വളരെയധികം കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബാക്കി കംഫർട്ട് വൈസ് വേറെ ADVസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഹിമാലയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹിമാലയൻ്റെ കുറച്ചുകൂടെ കുഷനിങ് ഉള്ള സീറ്റാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് കൂടുതൽ ടൂറിങ് ഫോക്കസ് ചെയ്തേക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഓഫ് റോഡിങ് ഫോക്കസ് ചെയ്തേക്കുന്ന ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഡെക്കാർ റാലി ഇൻസ്പയർഡ് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ആയതുകൊണ്ട് നമുക്കത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ നമ്മൾ റിയർ പില്യൻ്റെ കംഫർട്ട് നോക്കുമ്പോൾ പില്യൻ സീറ്റിൽ കംഫർട്ടബിൾ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ലെങ്ത്ത് കൂടുമ്പോഴാണ്. ഇപ്പോൾ ഈവൻ വിത്ത് ലഗേജ് നമ്മൾ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും പില്യൻ സീറ്റ് അത്യാവശ്യം വൈഡാണ്, അത്യാവശ്യം ലോങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കംഫർട്ട് കാര്യങ്ങൾ കിട്ടുള്ളൂ. ഇവിടെ പില്യൻ സീറ്റിൻ്റെ കേസ് പറയുമ്പോൾ കുറച്ചുകൂടെ നാരോ ആയിട്ടാണ് വരുന്നത്, എൻഡ് പോർഷൻ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ. ഫുഡ് പാക്ക് വരുന്നത് ഏകദേശം ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. സോ ലോങ് റൈഡൊക്കെ ചെയ്യുന്ന സമയത്ത് അധികം ടയറിങ് ആവാത്ത രീതിയിലുള്ള ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ പില്ലിൻ്റെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലെങ്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയനെ. ബട്ട് ഈ ഒരു പ്രീവിയസ് വെർഷൻ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂറിങ് ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ റിയർ പോർഷനിൽ ലഗേജ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുഞ്ഞൊരു ഡിസപ്പോയിൻമെൻറ്റ് എനിക്കിവിടെ പറയേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെയധികം ബാക്കിലോട്ട് റിയർ പോർഷനിലോട്ട് വരുമ്പോൾ വളരെയധികം സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നോർമലി നമ്മളിപ്പോൾ പ്രീവിയസ് വെർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്രയും സ്റ്റോക്കായിട്ട് വരുന്ന ഡിസൈനിങ്ങിൽ ഈ ഒരു ബാക്കിൽ നമുക്ക് ടോപ്പ് റാക്കും കാര്യങ്ങളും ലഗേജ് ക്യാരി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടോപ്പ് ബോക്സ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. സെപ്പറേറ്റ് അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇപ്പോൾ ഈവൻ നമ്മൾ വേറെ ADVs കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഹിമാലയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ GS നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ആ ഒരു സ്പേസ് കാര്യങ്ങളും വളരെയധികം ബ്രോഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയൊരു ലഗേജ് ക്യാരി ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഡിസൈൻ വൈസ് ഒരുപാട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിക്കാണ് ഈ വണ്ടികളൊക്കെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഈ ലഗേജ് സ്പേസ് കുറച്ചുകൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടൂറിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ടാങ്ക് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ KTM ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ടാങ്ക് എന്ന് പറയുന്നത് 14.5 ലിറ്റേഴ്സിൻ്റെ ഒരു ടാങ്കാണ് കൊടുത്തേക്കുന്നത്. അതിൽ നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് നിയർലി 30 ആണ് ഹൈവേ മൈലേജ് നമുക്ക് കിട്ടുന്നത്. പിന്നെ സിറ്റി കണ്ടീഷൻസിൽ അറിയാമല്ലോ, അതിനനുസരിച്ച് ഹീറ്റും കാര്യങ്ങളും ഉണ്ടാവുന്ന മുറയ്ക്ക് നമുക്ക് അതിനനുസരിച്ച് കുറയും. അപ്പോൾ ഒരു 20-25 ആ ഒരു റേഞ്ചിലാണ് അതിൽ സിറ്റി ട്രാഫിക്കിൽ നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈവേയിൽ മര്യാദയ്ക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ 30 വരെയൊക്കെ കിട്ടിയിട്ട് ക്ലെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അപ്പോൾ അത്യാവശ്യം വലിയൊരു ടാങ്കാണ് കൊടുത്തേക്കുന്നത്. മിനിമം ഒരു 15 ലിറ്ററെങ്കിലും ഒരു ടൂററിൽ വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ബിക്കോസ് പല ADVസിലും അത്രയും ടാങ്ക് കൊടുക്കാറില്ല. അപ്പോൾ അത്രയും വലിയൊരു ടാങ്ക് റേഞ്ച് ഡെഫിനറ്റ്ലി ഒരു ടൂറിംഗ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ ബെറ്റർ ആണെന്ന് പറയേണ്ടി വരും. ഓക്കെ, പ്രീവിയസ് വെർഷനിൽ നിന്ന് ഏറ്റവും വലിയൊരു മേജർ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഈ ഒരു സസ്പെൻഷൻ തന്നെയാണ്. WP എപെക്സിൻ്റെ സസ്പെൻഷൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന 200 mm ട്രാവലാണ്, USD ഫോക്സ് ആണ്. സസ്പെൻഷൻ്റെ കേസ് ശരിക്കും വളരെ വലിയൊരു ഡിഫറൻസ് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ റണ്ണിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓഫ് റോഡ് ചെറിയൊരു ഈ റോഡിൽ ഇറഗുലാരിറ്റീസൊക്കെ കയറുന്ന, അതും വിത്ത് ഹൈ സ്പീഡ് കയറിയ സമയത്ത് പോലും പ്രോപ്പറായിട്ട് അറിയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കംഫർട്ടും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബിഗ് പ്ലസ് ഫോർ ദിസ് സസ്പെൻഷൻ. ഓക്കെ, അത് എടുത്ത് പറയേണ്ടി വരും. ഇനി സസ്പെൻഷൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ആൻഡ് റിയർ ഫുള്ളി അഡ്ജസ്റ്റബിൾ ഫോക്സ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 43 mm സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. WP എപെക്സിൻ്റെ ആണ്. ഇതിൻ്റെ ട്രാവൽ വരുന്നത് 200 mm ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ വലിയൊരു മേജർ അപ്ഗ്രേഡ് ആണെന്ന് പറയേണ്ടി വരും. റിയർ സസ്പെൻഷൻ വരുമ്പോൾ അത് സ്ലാക്ക് മൗണ്ടഡ് ആണ്. അപ്പോൾ സ്ലാക്ക് മൗണ്ടഡിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഡ്ജസ്റ്റബിൾ ആണ്. റീബൗണ്ടും പ്രീലോഡും അഡ്ജസ്റ്റബിൾ ആണ്. ട്രാവൽ വരുന്നത് 205 mm ആണ്. നേരത്തെ പ്രീവിയസ് വെർഷനിൽ 170 mm ആയിരുന്നു ട്രാവൽ വരുന്നത്. സോ അതിൽ നോക്കുമ്പോൾ മേജർ ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് തന്നെയാണ് റിയർ സസ്പെൻഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സസ്പെൻഷൻ വരുന്നത് സ്ലാക്ക് മൗണ്ടഡ് ആയിട്ടാണ്. സ്ലാക്ക് മൗണ്ടഡ് ആയിട്ടുള്ള സസ്പെൻഷൻ്റെ പ്രത്യേകത, മോണോഷോക്കിൻ്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയർ പോർഷനിൽ നമുക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി, ടയറിനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യാനും കൂടുതൽ ലീൻ ആംഗിൾ, നമ്മൾ കോർണർ ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടുതൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാനും ലീൻ ആംഗിൾ പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് നമ്മുടെ സ്ലാക്ക് മൗണ്ടഡ് ആയിട്ടുള്ള മോണോഷോക്ക് ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, മേജർ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടും ഈ ഒരു പോർഷനിൽ. എയർ ബോക്സ് കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ കൂടുതൽ എയർ വരുന്ന സമയത്ത് അറിയാമല്ലോ, കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സ്, ബേണിങ്ങും കാര്യങ്ങളും പവർ ഔട്ട്പുട്ടും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ പുതുതായിട്ട് ഡിസൈൻ ചെയ്ത
ചെയ്ത ഈ ഒരു എയർ ബോക്സിൻ്റെ ഒരു പൊസിഷനിങ്ങും അതുപോലെ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത സൈസും കാര്യങ്ങളും വളരെയധികം ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതാണ് നമ്മുടെ സ്ലാക്ക് മൗണ്ടഡ് റിയർ മോണോഷോക്കിൻ്റെ അഡ്വാൻറ്റേജസ് എടുത്ത് പറയാനുള്ളത്. ഇനി എനിക്ക് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാര്യം ഒരുപാട് വീഡിയോകളിലാണെങ്കിലും ഒരുപാട് ആൾക്കാരുടെ ആണെങ്കിലും തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് ഒരുപാട് പേര് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ KTM ഇപ്പോൾ 2 വേരിയൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എസും അതേപോലെ തന്നെ എക്സും. എസ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മുടെ സ്പോക്ക് വീലൊക്കെ വരുന്ന ഒരു മോഡലും, അതേപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ അലോയ് വീല് വരുന്ന ഒരു മോഡലുമാണ്. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് ടൂറിങ്ങിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് ഇറക്കിയതും, അതേപോലെ തന്നെ എസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് അഡ്വഞ്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ടും ഡുവൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇറക്കിയതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ആക്ച്വലി അങ്ങനെയല്ല. ആക്ച്വലി ഇതിൻ്റെ പോർഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടോപ്പ് വേരിയൻ്റാണ്. ഓക്കെ, നമ്മുടെ എസ് എന്ന് പറയുന്നത് സ്പോക്ക് വീൽ വരുന്ന പോർഷൻ എന്ന് വെച്ചാൽ ടോപ്പ് വേരിയൻ്റ് ആണ്, മറ്റേത് ബേസ് വേരിയൻ്റ് ആണ്. അങ്ങനെ കൺസിഡർ ചെയ്യുന്നതാണ് ബെറ്റർ. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജാണ്. അതായത് നമ്മൾ ടോപ്പ് വേരിയൻറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ക്രൂസ് കൺട്രോൾ ആണെന്നുണ്ടെങ്കിലും സേഫ്റ്റി സൈഡിലാണെന്നുണ്ടെങ്കിലും കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളും, അതായത് നോർമൽ നമ്മളൊരു പ്രീമിയം KTM എന്ന് പറയത്തില്ല, ആ ഒരു രീതിക്ക് ലോഞ്ച് ചെയ്തേക്കുന്ന വണ്ടിയാണ് ഇത് ടോപ്പ് വേരിയൻ്റ് എന്ന് പറയുന്നത്. ബേസ് വേരിയൻറ്റിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു കമ്പാരിസൺ വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷേ ബേസ് വേരിയൻ്റെ പ്രൈസിങ് കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിമാലയനെക്കാട്ടിലും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രൈസിലാണ് ആ ഒരു ബേസ് വേരിയൻറ്റ് വരുന്നത്. വിത്ത് ഈ സെയിം എഞ്ചിനും ഈ ഒരു എർഗണോമിക്സും എല്ലാം വെച്ചിട്ടാണ് ആ ഒരു ബേസ് വേരിയൻറ്റ് വരുന്നത്. സോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ബേസ് വേരിയൻറ്റ് ടാർഗറ്റ് ചെയ്തേക്കുന്ന കുറച്ചുകൂടി അഫോർഡബിൾ പ്രൈസിൽ ഈ ഒരു എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഓഡിയൻസിനെയും, അതേപോലെ തന്നെ ടോപ്പ് വേരിയൻറ്റ് കുറച്ചുകൂടെ പൈസ നമുക്ക് ഈ എക്സ്ട്രാ പ്രീമിയം ഇലക്ട്രോണിക് ഫീച്ചേഴ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ടോപ്പ് വേരിയൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ കാര്യം ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വണ്ടി ചൂസ് ചെയ്ത സമയത്ത് ഇലക്ട്രോണിക്സ് വളരെ കുറഞ്ഞുള്ള ഒരു വണ്ടി വേണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വണ്ടിയിലോട്ട് പോയത്. അപ്പോൾ അങ്ങനെ ഇലക്ട്രോണിക്സ് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് മതി എന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ബേസ് വേരിയൻറ്റ് വന്നേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഓൺ റൈഡറിൻ്റെ സ്കില്ല് വെച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിൽ കൂടുതൽ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും ഇലക്ട്രോണിക് സൈഡിൽ നിന്ന് കൂടുതൽ സപ്പോർട്ട് കിട്ടും. ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഇനി എനിക്ക് എക്സ്ട്രാ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് വെർഷൻ വന്ന സമയത്ത് ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു മേജർ മൈനസ് ആയിട്ട് എടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ECUവിലെ ചെറിയൊരു പ്രോബ്ലമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സ്, ഞാൻ അന്ന് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇലക്ട്രോണിക്സ് നമുക്ക് ഒരുപാട് നമ്പാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ വണ്ടി ഒരു ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫായിട്ട് വീണ്ടും ഓണായി കഴിഞ്ഞാൽ അതിൻ്റെ ട്രാക്ഷൻ കൺട്രോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. അങ്ങനെ ഓണായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡ് പേയ്മെൻറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാക്ഷൻ കൺട്രോളിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ, വീലിൻ്റെ റൊട്ടേഷൻ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ECU തന്നെ ത്രോട്ടിലിൻ്റെ പവർ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഓഫ് റോഡ് കണ്ടീഷനിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. പക്ഷേ ഇവിടെ എന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളിപ്പോൾ ഒരു സെറ്റിങ്സ് സെറ്റാക്കി വെച്ചേക്കുകയാണെങ്കിൽ വണ്ടി ഓഫായതിന് ശേഷം ഓണാകുമ്പോഴും ആ ഒരു ECU ആ സാധനം ഓർത്ത് വെച്ചിട്ട് നമുക്കത് ആ ഒരു ഓഫായിട്ടാണ് വെച്ചേക്കുന്നതെങ്കിൽ ഓഫായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ചുരുക്കി പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട്, അല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന അതേ സെറ്റിങ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സോ അത് ഒരു ബിഗ് പ്ലസ് ആയിട്ട് എടുത്ത് പറയേണ്ടി വരും. ഇനി ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലോട്ട് പോകുമ്പോൾ ഓൺ പേപ്പർ ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിൻ്റെ കാര്യവും ഞാൻ പറയാം, പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. ഡിസ്കിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡിസ്കിൻ്റെ സൈസ് വരുന്നത് 320 mm ആണ്. വിത്ത് ആക്സിയൽ കാലിപ്പറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നേരത്തെ റേഡിയൽ കാലിപ്പറായിരുന്നു. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്, റേഡിയൽ കാലിപ്പറാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ബ്രേക്കിംഗ് പെർഫോമൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. റിയർ പോർഷൻ നോക്കുകയാണെങ്കിൽ 240 mm ഡിസ്ക്കാണ് അവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് വിത്ത് ഫ്ലോട്ടിംഗ് കാലിപ്പർ. അപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് തന്നെ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വണ്ടിയുടെ ടോപ്പ് വേരിയൻറ്റിൻ്റെ എമൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4,70,000 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ആ ഒരു റേറ്റ് നമ്മൾ കൊടുത്തതിന് ശേഷവും ഈ ഒരു റേഡിയൽ കാലിപ്പർ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യാത്തത് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. സോ അത് ഇവിടെ പോയിൻ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ എൻജിൻ സൈഡ് പറഞ്ഞ സമയത്ത് വിട്ടുപോയൊരു കാര്യമാണ് കേട്ടോ. അതായത് ലോ ആൻഡ് ടോർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഡ്യൂക്ക് 390യുടെ നമ്മൾ സെയിം എഞ്ചിനാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ ലോ എൻഡിൽ ആ ഒരു പഞ്ചും കാര്യങ്ങളും ചെറുതായിട്ട് മിസ്സിങ് ആയിരുന്നു. പക്ഷേ ഇതിൽ വന്ന സമയത്ത് അങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ലായിരുന്നു. അടിപൊളിയായിട്ടുള്ള ലോ ആൻഡ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു ഡിസൈൻ ചേഞ്ചാണ് ഈ ഒരു സ്പ്രോക്കറ്റ്
റിയർ സ്പ്രോക്കറ്റ് വരുന്നത്. ഇത് ഇപ്പോൾ കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട്. 46 ടൂത്തുള്ള റിയർ സ്പ്രോക്കറ്റാണ് ഇപ്പോൾ ഈ ഒരു ADV390S ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ളൊരു ലോ ആൻഡ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു സ്പ്രോക്കറ്റ് ഡിസൈനിന് സാധിക്കുന്നുണ്ട്. ഇനി വീലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് 21 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് സ്പോക്ക് വീലാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. റിയർ പോർഷനിൽ വരികയാണെങ്കിൽ 17 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ആയിട്ടുള്ള സ്പോക്ക് വീലാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓഫ് റോഡ് പെർഫോമൻസ് വളരെയധികം ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ടയറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ അത്രയും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ മെറ്റ്സലേഴ്സിൻ്റെ ടയറല്ല ഇപ്പോൾ വരുന്നത്, അപ്പോളോയുടെ ടയറാണ് വരുന്നത്. ബട്ട് സ്റ്റിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് പെർഫോമൻസ് തരുന്നുണ്ട്. റോഡിൽ ഓൺ റോഡ് കണ്ടീഷൻസിൽ ഇപ്പോൾ ഹൈ സ്പീഡ് കോർണേഴ്സൊക്കെ എടുക്കുമ്പോൾ പ്രീവിയസ് വേർഷൻ്റെ അപേക്ഷിച്ചിട്ട് അത്രയും കോൺഫിഡൻസ് തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് പറയേണ്ടി വരും. ബിക്കോസ് വീലിൻ്റെ വീൽ ബേസ് കൂടിയത് ഒരു ഫാക്ടറാണ്, പ്ലസ് ടയർ ചേഞ്ച് ആയതും ഒരു ഫാക്ടറാണ്. ഇനി എനിക്ക് പറയാനുള്ള ഈ ഒരു അണ്ടർബെല്ലി എക്സോസ്റ്റിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ കേസ് പറയുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്. അത് ഞാൻ എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ചെയ്യുന്ന ഓഫ് റോഡ് പേയ്മെൻറ്റ്സിന് സത്യം പറഞ്ഞാൽ ഈ ഒരു അണ്ടർബെല്ലി എക്സോസ്റ്റ് വിത്ത് 237 mm ഗ്രൗണ്ട് ക്ലിയറൻസ് സിഗ്നിഫിക്കൻ്റ് ആണ്. അത് വളരെയധികം കംഫർട്ടബിളായിട്ട് നമുക്ക് ഒരുവിധപ്പെട്ട ഓഫ് റോഡ് കണ്ടീഷൻസിലെല്ലാം സർവൈവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന രീതിക്കുള്ളൊരു ഡിസൈനും കാര്യം തന്നെയാണ് കൊടുത്തേക്കുന്നത്. വിത്ത് എക്സ്റ്റെൻഡഡ് ബാഷ് പ്ലേറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ അധികം വറി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എന്നെ ബോധർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഡക്കാർ റാലി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഓഫ് റോഡിങ്ങിൽ ഞാൻ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സംഭവം പ്രതീക്ഷിക്കും. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു അണ്ടർബെല്ലി എക്സോസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് പറയേണ്ടി വരും. പിന്നെ ഇതിൻ്റെ എൻ പോയിൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സോസ്റ്റ് ഇതും ഒരു വിവാദ പരമ്പരയായിരുന്നു. ഇത് നമ്മൾ റിവർ ക്രോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വണ്ടി ബുദ്ധിമുട്ടായിരിക്കും, ഡാമേജ് ആവും എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അത് KTM തന്നെ അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അവർ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് ചെക്കൗട്ട് ചെയ്താൽ മതി, ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇതിൽ വെള്ളം കയറാതിരിക്കാനുള്ള ഡിസൈനാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് റിവർ ക്രോസിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് 400 mm ഹൈറ്റ് വരെ, അതായത് ഏകദേശം ബൈക്കിൻ്റെ മിഡിൽ വരെ ഈസി ആയിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. സോ സാധാരണ ഒരു എക്സോസ്റ്റ് നമ്മളിപ്പോൾ എൻ്റെ ഇത് GS നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിലായിട്ടാണ് എക്സോസ്റ്റ് വരുന്നത്. അപ്പോൾ അതും ആ ഒരു ഹൈറ്റ് തന്നെയാണ്, ഈ ഒരു 400 mm ഹൈറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ സോ അത് കംഫർട്ടബിളായിട്ട് ഈ ഒരു അണ്ടർബെല്ലി എക്സോസ്റ്റ് കൊടുത്തിട്ട് തന്നെ അത്രയും അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾക്കാം. ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഡ്യൂക്ക് 390യുടെ വീഡിയോ ചെയ്ത സമയത്ത് ചെയ്യാനിരുന്നൊരു കാര്യമായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്യാനിരുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ ആ സമയത്ത് വിട്ടുപോയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കോർണറിങ് ABS ആണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളൊരു ഡൗട്ടാണ്. ഇപ്പോൾ നോർമലി വണ്ടികൾക്ക് ABS ഉണ്ടല്ലോ, അതായത് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോപ്പിംഗ് പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ABS ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് കോർണറിങ് ABS എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഫീച്ചറായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്നുള്ള കാര്യം കോമൺ ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവുന്ന ഡൗട്ടാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പോൾ നോർമൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലും അതേപോലെ ഒരു കോർണർ ചെയ്യുന്ന സമയത്തുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഓൾറെഡി അറിയാം. ലീൻ ആംഗിൾ, അതായത് വണ്ടി ചരിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇനേർഷ്യ എന്ന് പറയുന്നൊരു ഫാക്ടറും കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ കോർണറിങ് ABS എന്ന് പറയുന്ന സിസ്റ്റം വണ്ടിയിൽ ഉള്ളതുകൊണ്ട് എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയുടെ ECU തന്നെ ഈ ഒരു ലീൻ ആംഗിളും അതേപോലെ തന്നെ ഇനേർഷ്യയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ത്രോട്ടിലാണോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബ്രേക്കിൻ്റെ പ്രഷറാണോ കാര്യങ്ങൾ എല്ലാം ECU തന്നെ മോണിറ്റർ ചെയ്ത് ഒരു ഒപ്റ്റിമം കണ്ടീഷൻ വണ്ടിക്ക്, അതായത് കംഫർട്ടബിളായിട്ട് റൈഡ് ചെയ്ത് ആ ഒരു കോർണർ സർവൈവ് ചെയ്ത് ഈസി ആയിട്ട് കംഫർട്ടബിളായിട്ട് എടുത്തു പോകാൻ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തരും. ചുരുക്കി പറഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആവും, കുറച്ചുകൂടെ എളുപ്പമാവും. ആ ഒരു കോർണർ സിറ്റുവേഷനിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ സർവൈവ് ചെയ്യാനായിട്ട് വണ്ടിയുടെ ECU തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതേസമയം ഇത് ഫീച്ചർ ഇല്ലാത്ത ഈവൻ ABS ഇല്ലാത്തൊരു സിറ്റുവേഷൻ, ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. എങ്ങനത്തെ ടെറൈനാണ്, ഏത് ഗിയറിലാണ് വണ്ടി ഓടിക്കുന്നത്, എത്രത്തോളം ത്രോട്ടിൽ കൊടുക്കണമെന്നൊക്കെ നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ABS ഇല്ലാത്ത അല്ലെങ്കിൽ കോർണറിങ് ABS ഇല്ലാത്തൊരു വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റൈഡർ കുറച്ചുകൂടെ ഇവോൾവ് ചെയ്യേണ്ടി വരും. ഈ ഒരു ഇലക്ട്രോണിക്സ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റൈഡർ ചെയ്യേണ്ടി വരും.
പക്ഷേ ഇലക്ട്രോണിക്സ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ജോലി എളുപ്പമാവും. ഇപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ സേഫാണ്. പ്രത്യേകിച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സേഫായിട്ട് നമുക്ക് ആ ഒരു കോർണർ ചെയ്യുന്ന സമയത്താണെങ്കിൽ സ്റ്റോപ്പിംഗ് പവർ ആണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആയിട്ട് കിട്ടും. സോ അതൊരു കീ ഫീച്ചറായിട്ട് എടുത്ത് പറയേണ്ടി വരും. അതാണ് കോർണറിങ് ABS എന്ന് പറയുന്ന ഫീച്ചർ. പിന്നെ ഈ ഒരു വൈസറിൻ്റെ കാര്യം ഞാൻ റണ്ണിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ടോളായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു വൈസറാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. പല ADVസിലും സ്റ്റോക്കായിട്ട് കിട്ടുന്ന വൈസർ വകയ്ക്ക് കൊള്ളൂലാത്ത വൈസറാണ്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ബെറ്റർ ആയിട്ടുള്ളൊരു വൈസറാണ് ADV 390യിൽ നമ്മുടെ KTM പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ വണ്ടി എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു അതിൻ്റെ വൈസർ. ഒരു കുട്ടി വൈസറായിരുന്നു. അത് മാറ്റി ഒരു ടൂറിംഗ് വൈസർ വെച്ചപ്പോഴാണ് കംഫർട്ടബിളായിട്ട് എനിക്ക് ലോങ് ടൂർ ചെയ്യാനായിട്ട് പറ്റിയത്. സോ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് സ്റ്റോക്കായിട്ട് തന്നെ വണ്ടിയിൽ ആ ഒരു വൈസറും കാര്യങ്ങളും അടിപൊളിയായിട്ട്, അതും ഡിസൈനിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് ആ ഒരു വൈസർ കൊടുത്തേക്കുന്നത്. ഒട്ടും മാച്ചിങ് അല്ലാത്ത രീതിയിലും അല്ല, വളരെയധികം അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു വൈസർ കൊടുത്തേക്കുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വെർഷൻ്റെ ഹെഡ്ലൈറ്റും വളരെയധികം അടിപൊളിയായിരുന്നു. അപ്പോൾ അതിനെക്കാട്ടിലും ബെറ്റർ ആക്കുന്ന രീതിക്കുള്ളൊരു പെർഫോമൻസാണ് നമ്മൾ ഇവിടെ പുതിയ 390Sൽ KTM പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. വളരെയധികം നൈറ്റ് ടൈമിൽ വിസിബിലിറ്റി കാര്യങ്ങൾ തരുന്നത്, ഡിമ്മിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഹെഡ്ലൈറ്റാണ്. അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളൊരു ഹെഡ്ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ സിമിലർ സെഗ്മെൻറ്റിൽ വരുന്ന ADVs ഈ ഒരു കാര്യം കണ്ടുപഠിക്കുക. ബിക്കോസ് ഹിമാലയൻ്റെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റൊക്കെ വളരെ ശോകമാണ്. നമ്മളത് വിത്തൗട്ട് മോഡിഫിക്കേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് നൈറ്റ് ടൈം ഓടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ബെറ്റർ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയുള്ള ഒരു ഹെഡ്ലൈറ്റാണ്, പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ചെറിയൊരു കൺസേൺ പറയാനുള്ളത്, നമ്മൾ ഹാൻഡിൽ ബാർ തിരിക്കുന്ന സമയത്ത് ഈ ഹെഡ്ലൈറ്റ് അതിനോട് അറ്റാച്ച്ഡ് അല്ല. അപ്പോൾ അത് അത്രയും തിരിയത്തില്ല. അപ്പോൾ ടേൺസിലൊക്കെ നമുക്കിപ്പോൾ ഫോഗി ആയിട്ടുള്ള നൈറ്റിൽ നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്സിലറി ലൈറ്റ് സെറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിളായിട്ട് റൈഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും ഇതേപോലെയുള്ള ഫോഗി കണ്ടീഷൻസിലൊക്കെ. അപ്പോൾ അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് പെർഫോമൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൈനസും കൂടെ കൺസിഡർ ചെയ്യുക. ഹാൻഡിൽ ബാറിൻ്റെ കേസ് പറഞ്ഞ സമയത്ത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം വൈഡായിട്ടുള്ള ടോളായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ സ്വിച്ചസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ എൻജിൻ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇവിടെ നമ്മുടെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ച് ഉണ്ട്. ഇപ്പുറത്തോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് നോർമൽ നമ്മുടെ KTMൽ കാണുന്ന ടോഗ്ലിംഗ് സിസ്റ്റം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രൂസ് കൺട്രോൾ. പുതുതായിട്ട് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നമ്മുടെ ADV 390യിൽ. വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂറിംഗ് ഫീച്ചറായിട്ട് എടുത്ത് പറയേണ്ടി വരും. നമ്മുടെ ഹസാർഡ് സ്വിച്ച് ഉണ്ട്. ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ സ്വിച്ച് ഉണ്ട്, ഹോൺ ഉണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ക്രൂസ് കൺട്രോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ്. ഈസി ആയിട്ട് നമുക്കത് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റുന്ന രീതിക്കാണ് അവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ലീവേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ലീവേഴ്സാണ്. പക്ഷേ നമ്മളിവിടെ ഹാൻഡ് ഗാർഡ് കൂടെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു സെറ്റപ്പ് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ആ ഒരു അഡ്ജസ്റ്റബിൾ ലീവേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ വലിയൊരു പ്രീമിയം ഫീച്ചറായിട്ട് എടുത്ത് പറയേണ്ടി വരും. ബിക്കോസ് ഈ ഒരു സെഗ്മെൻറ്റിലെ വേറെ വണ്ടികൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊന്നും അഡ്ജസ്റ്റബിൾ ലീവേഴ്സ് കിട്ടാറില്ല. പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മീറ്റർ കൺസോളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 390ലെ സെയിം മീറ്റർ കൺസോൾ തന്നെയാണ് വരുന്നത്. പക്ഷേ മെയിൻ ഡിഫറൻസ് എവിഡൻ്റായിട്ട് കാണുന്ന ഈ ഒരു റാലി ടവർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ടോളായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് കാണാനും വിസിബിലിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ വേറെ ഇപ്പോൾ ഡ്യൂക്ക് 390 നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ താഴോട്ടാണ് ഇരിക്കുന്നത്. നോർമൽ മീറ്റേഴ്സ് എല്ലാം താഴോട്ടായിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ താഴോട്ട് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് നോക്കുന്ന പോലെ തന്നെ ഡയറക്റ്റായിട്ട് ഒരു ഐ കോൺടാക്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. സോ അത് വലിയൊരു പ്ലസ് ആയിട്ട് എടുത്ത് പറയേണ്ടി വരും. പിന്നെ നമ്മൾ ഇൻഫർമേഷൻസ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെയാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ക്ലസ്റ്ററാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. സ്പീഡ്, അതുപോലെ തന്നെ നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ RP മീറ്റർ, ട്രിപ്പ്, സ്പീഡ്, എക്കണോമി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല വെയിലുള്ള ടൈമിലാണെന്നുണ്ടെങ്കിലും കാണാൻ പറ്റുന്ന രീതിക്കുള്ള പ്രീമിയം ആയിട്ടുള്ള ഒരു TFT ഡിസ്പ്ലേ ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ലാന്ന് എനിക്കറിയാം. സോ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ബാക്കി വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഡിസ്പ്ലേ ആണ് കേട്ടോ. കണ്ടോ, നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് അടിപൊളി ഫീലാണ്. വളരെയധികം പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഡിസ്പ്ലേ ആണ്, TFT ഡിസ്പ്ലേ ആണ് KTM ADV 390യിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ സൈഡിലായിട്ട് ഇതാ നമ്മുടെ ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. സോ വിത്തൗട്ട് മോഡിഫിക്കേഷൻ നമുക്ക് ആ ഒരു ഫീച്ചറും ഇവിടെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്.
പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വണ്ടിയിലെ റൈഡിംഗ് മോഡ്സ് കൊടുത്തിട്ടുണ്ട്: റെയിൻ, സ്ട്രീറ്റ്, അതുപോലെ തന്നെ ഓഫ് റോഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഐ ഹാവ് ടു സേ, എനിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് ഈ ഒരു വണ്ടീനെ കുറിച്ചിട്ട്. വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ വണ്ടി ഓടിച്ചതിന് ശേഷം എനിക്ക് എന്തൊക്കെയാണ് പോരായ്മകളായിട്ട് തോന്നിയത്, പ്ലസ് ആയിട്ട് തോന്നിയത് എന്തൊക്കെയാണ്, പിന്നെ ആർക്കൊക്കെ ആയിരിക്കും കംഫർട്ടബിൾ എൻ്റെ അഭിപ്രായത്തിൽ, പിന്നെ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യം, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ആദ്യമേ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് സെഗ്മെൻറ്റിലോട്ട് കയറാം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഓടിക്കുന്ന സമയത്ത് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. ബിക്കോസ് വളരെയധികം വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയൊരു വണ്ടിയായിരുന്നു. ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്താണ് ടെസ്റ്റ് റൈഡ് എടുത്തത്. ഏകദേശം ഒരു 75% ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം. ഓക്കെ, സോ ഇനി ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു അഡ്വഞ്ചർ ടൂറർ നോക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അഡ്വഞ്ചർ സൈഡ് അപ്പുറത്തോട്ട് മാറട്ടെ, ടൂറിങ് ആസ്പെക്റ്റ് നോക്കുന്ന സമയത്ത് മെയിനായിട്ടുള്ള 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ലഗേജ് ക്യാരിങ് കപ്പാസിറ്റി, രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ടാങ്ക് റേഞ്ച്, എത്രത്തോളം ടാങ്ക് റേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം, മൂന്നാമത്തെ കംഫർട്ട്. ഈ കംഫർട്ടിൽ സീറ്റും നമ്മുടെ സസ്പെൻഷനും ഓവറോൾ കാര്യങ്ങൾ, ഹാൻഡ്ലിങ്ങും കാര്യങ്ങളും എല്ലാം വരും. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ആ 3 കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ലഗേജ് ക്യാരിങ് കപ്പാസിറ്റി. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രീവിയസ് വേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും KTM സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യം ഇതിലും ചെയ്തിട്ടുണ്ട്. അതായത് കൂടുതലും ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത വണ്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ സിമിലർ സെഗ്മെൻറ്റിൽ ഇപ്പോൾ നമ്മൾ GS നോക്കുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഹിമാലയൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും, കൂടുതലും ടൂറിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ആ 2 വണ്ടികളും വരുമ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്നത്. പക്ഷേ ഇതിൻ്റെ കേസിൽ മാത്രം കൂടുതൽ ഓഫ് റോഡിങ്ങിന് ഫോക്കസ് ചെയ്താണ് ഈ ഒരു വണ്ടി ഇറക്കിയേക്കുന്നത്. അപ്പോൾ പ്രീവിയസ് വേർഷനും അതേപോലെ ആയിരുന്നു. സോ അതിൽ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ലഗേജ് ക്യാരിങ് കപ്പാസിറ്റി വിത്ത് പില്ലിയൻ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കുറഞ്ഞു പോയി ആ ഒരു ഡിസൈനിൽ. നമുക്ക് പ്രോപ്പറായിട്ട് ലഗേജ് നല്ല പ്രോപ്പറായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്കുള്ളൊരു സ്പേസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് വളരെ വലിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് പറയേണ്ടി വരും. ടാങ്ക് റേഞ്ച് ആക്ച്വലി അത് ഒരു ഓക്കെ ടാങ്ക് റേഞ്ച് ആയിട്ട് പറയേണ്ടി വരും. ഇപ്പോൾ ഹിമാലയൻ്റെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 17 ലിറ്റേഴ്സിൻ്റെ ടാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് 14.5 ലിറ്റേഴ്സാണ്. ഓക്കെ, കറക്റ്റ് ഒരു 15 എങ്കിലും വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സോ ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു കുറഞ്ഞതൊരു 18 അല്ലെങ്കിൽ 20 അടുപ്പിച്ചിട്ട് ടാങ്ക് ആയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയതിനെന്ന് പറയേണ്ടി വരും. പിന്നെ തേർഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കംഫർട്ട് വൈസ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് നമ്മളിപ്പോൾ സീറ്റിൻ്റെ കംഫർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രീവിയസ് വേർഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള സ്ലീക്കായിട്ടുള്ള ഡിസൈനിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിക്കുള്ള സീറ്റാണ് നോർമലി KTM ADVയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേ കഥ തന്നെയാണ് ഇവിടെയും. പക്ഷേ പ്രീവിയസ് വേർഷനെക്കാട്ടിലും കുറച്ചുകൂടെ കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഫേമാണ് സീറ്റ്. പക്ഷേ നമ്മളിപ്പോൾ ബാക്കി ADVസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും അപ് ടു ദ മാർക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു സീറ്റാണ്. എന്തുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിയർലി 4,80,000 റുപ്പീസ് പേ ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി ഓൺ റോഡ് നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ടൂറിങ്ങിന് വേണ്ടിയിട്ട് മോഡിഫിക്കേഷന് വേണ്ടി വീണ്ടും പൈസ സ്പെൻഡ് ചെയ്യുന്നതിനോട് എത്രത്തോളം യോജിക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു സൈഡിലായിരിക്കും ആസ് എ കസ്റ്റമർ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതാണ് ആ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സസ്പെൻഷൻ ഒരു രക്ഷയില്ല കേട്ടോ. പ്രീവിയസ് വേർഷനെക്കാട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മച്ച് ബെറ്റർ എന്ന് പറയേണ്ടി വരും. ഞാൻ ഇതുവരെ ഓടിച്ചിട്ടുള്ള വണ്ടികളിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ, സിംഗിൾ സിലിണ്ടർ ADVസിൻ്റെ സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് എടുത്ത് പറയേണ്ടി വരും. ബാക്കിയുള്ള എന്നുവെച്ചാൽ ഓഫ് റോഡ് കണ്ടീഷൻസിൽ തരുന്നൊരു കംഫർട്ട് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ലോങ് ചെയ്തിട്ടില്ല. ലോങ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൂറിൽ എങ്ങനെയാണ് കംഫർട്ടബിൾ ആണോ അല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയും ലോങ് ആയിട്ട് ചെയ്തിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഓഫ് റോഡ് കണ്ടീഷൻസിൽ എക്സൽ ചെയ്യുന്ന ടൈപ്പ് ഒരു സസ്പെൻഷനാണ്. ഫ്രണ്ട് ആണെങ്കിലും റെയർ ആണെങ്കിലും. അത് മോണോഷോക്ക് സ്ലാക്ക് മൗണ്ടഡ് ആണ്. ബട്ട് സ്റ്റിൽ അടിപൊളിയായിട്ടുള്ള ഒരു കംഫർട്ടും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയത്ത് പോലുമില്ല സ്പീഡിന്. അത് ഈവൻ അഗ്രസീവായിട്ടാണ് ഒരു ഇറഗുലാരിറ്റി നമ്മൾ കയറി പോകുന്നതെന്നുണ്ടെങ്കിലും അറിയത്ത് പോലുമില്ല. അത്രയ്ക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. സോ അത് വലിയൊരു മേജർ പ്ലസ് ആയിട്ട് എടുത്ത് പറയേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടൂറിങ് ആസ്പെക്റ്റിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. ഇനി പറയുമ്പോൾ എക്സ്ട്രാ എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വൈബ്രേഷൻസ് നമുക്ക് വണ്ടീനെ കുറ്റം പറയാൻ പറ്റത്തില്ല ആക്ച്വലി. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഡൗട്ടുള്ള ആൾക്കാർക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല. സോ നിങ്ങൾ എൻ്റെ ഡ്യൂക്ക് 390യുടെ എൻജിൻ സ്പെക്ക് ഞാൻ പറഞ്ഞേക്കുന്ന സെഗ്മെൻറ്റ് പ്ലീസ് ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ
ഇനി ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം. ഇപ്പോൾ KTM എൻജിൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു സിംഗിൾ സിലിണ്ടർ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ട്വിൻ സിലിണ്ടർ ഏകദേശം ഒരു ട്വിൻ സിലിണ്ടറിൻ്റെ അത്രയും ആ ഒരു ചെറിയൊരു പ്രൈസ് ഡിഫറൻസിലാണ് ഈ ഒരു വണ്ടികളെല്ലാം പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ട്വിൻ സിലിണ്ടറുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ലോഞ്ച് ചെയ്തേക്കുന്ന വണ്ടികളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സിംഗിൾ സിലിണ്ടർ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു കോമ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ മാക്സിമം പവർ ഊറ്റിയെടുക്കാനായിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളും അവിടെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അതിലൊന്നാണ് ഈ ഒരു കംഫർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം. അതൊക്കെ തന്നെയാണ് പ്രോബ്ലംസ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലീസ് വാച്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം വരുന്നതുകൊണ്ട് തന്നെ വൈബ്രേഷൻസ് അവിടെ വരും. പ്രത്യേകിച്ച് ഡാമ്പ് ചെയ്യാനായിട്ട് കുറേ ഡിസൈൻ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു വൈബ്രേഷൻസ് അവിടെ ഉണ്ട്, വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഫുഡ് പാക്കിൽ ഹാൻഡിൽ ബാറിൽ 390 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും 390 കമ്പയർ ചെയ്യുമ്പോൾ സെയിം എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അത്രയും വൈബ്രേഷൻസ് കാര്യങ്ങൾ വരുന്നില്ല. ഫുഡ് പാക്കിലെ വൈബ്രേഷൻസ് നിങ്ങളിപ്പോൾ ഒരു ഫുൾ ഗിയർ വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ റൈഡിങ് ഗിയേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ബൂട്ടും അതേപോലെ തന്നെ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിക്ക് അനോയ് ചെയ്യുന്ന രീതിക്കോട്ട് അത് ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവത്തില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ പ്രോപ്പർ റൈഡിങ് ഗിയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ അതൊന്നും ഇല്ലാത്ത ഒരു കണ്ടീഷൻ നോക്കുമ്പോൾ അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് പറയേണ്ടി വരും. പിന്നെ ബെറ്ററായിട്ട് മാനേജ് ചെയ്തേക്കുന്ന ഹീറ്റ് മാനേജ്മെൻറ്റ് വളരെയധികം ബെറ്ററാണ് കേട്ടോ. ഹിമാലയനുമായിട്ട് കമ്പയർ ചെയ്താണ് ഞാൻ പറയുന്നത്. ഹിമാലയൻ ഓടിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെയിറ്റും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെ വെയിറ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 196 ആണ് ഹിമാലയൻ, ഇത് 185 kgs ആണ്. അത്രയും സിമിലാരിറ്റീസ് ഉണ്ടായിട്ടും ഹിമാലയൻ നമുക്ക് ഇപ്പോൾ സ്ലോ സ്പീഡിൽ ഓടിക്കുന്ന സമയത്താണെങ്കിലും ഓഫ് റോഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും നല്ല രീതിക്ക് ആ വെയിറ്റ് അറിയും. ഓക്കെ, കുറച്ച് സ്ട്രഗിൾ ചെയ്താണ്. ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഓഫ് റോഡ് കണ്ടീഷൻസിൽ ഹിമാലയൻ കുറച്ച് എക്സ്ട്രാ ഹെവിയാണ്, കുറച്ച് ടാസ്ക്കാണ്. പക്ഷേ ഈ ഒരു വണ്ടി ഈ 185 kgs ഈ വണ്ടിക്ക് ഉണ്ടെന്ന് നമ്മൾ ഓടിക്കുന്ന സമയത്ത് പറയത്തില്ല. ഓടിക്കുന്ന സമയത്ത് ഈവൻ സ്ലോ സ്പീഡിലാണെങ്കിലും ട്രാഫിക് കണ്ടീഷൻസിലാണെങ്കിലും ഓഫ് റോഡ് കണ്ടീഷൻസിലാണെങ്കിലും പറയത്തില്ല. അത്ര അധികം കോൺഫിഡൻസ് ആ ഒരു ഡിസൈനിൽ നമുക്ക് തരുന്നുണ്ട്. ഹാൻഡിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് നമുക്ക് മാനുവർ ചെയ്യാനും ഒക്കെ പറ്റും. ഒരു നേക്കഡ് യൂസ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും. അത് വളരെയധികം സർപ്രൈസിങ് ആയിരുന്നു ആ വണ്ടി ഓടിച്ച സമയത്ത്. എസ്പെഷ്യലി അത്രയും വലിയ വീൽ ബേസും കാര്യങ്ങളും കൊടുക്കുന്ന സമയത്ത് നമ്മൾ ടേണൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അത്രയും ലീൻ ആംഗിളൊക്കെ വരുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഇഷ്യൂ ഒക്കെ ഉണ്ടാകും. പക്ഷേ എനിക്കത് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ എടുത്ത് പറയേണ്ട കാര്യം ഹിമാലയൻ്റെ, നിങ്ങൾക്ക് ഡൗട്ടുള്ള ആൾക്കാർ ഹിമാലയൻ്റെ വീഡിയോയും കൂടെ ഒന്ന് ജസ്റ്റ് കാണുക. അപ്പോൾ അതിൽ ഞാൻ ഓടിച്ച കണ്ടീഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഹൈവേ കണ്ടീഷൻസ് ആയിരുന്നു. കുറച്ച് ഒരു വളരെയധികം മോഡറേറ്റ് ട്രാഫിക് എന്ന് പറയാം. ഓക്കെ, അത് പിന്നീടാണ് വന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഹൈവേ കണ്ടീഷൻസിൽ ഓടിച്ച സമയത്തെ കാലിൽ നല്ല രീതിക്ക് ഹീറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, കാഫ് സൈഡിൽ നല്ല രീതിക്ക് ഹീറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഹീറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു ഹീറ്റ് വേവ് പോലെ ഹീറ്റ് ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് സിംഗിൾ സിലിണ്ടേഴ്സ് നമ്മൾ പ്രത്യേകിച്ച് ADVs നമ്മൾ സിറ്റി ട്രാഫിക്കിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഹീറ്റ് വരും. നമുക്കത് വണ്ടീനെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മൾ പേർപ്പസിനനുസരിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹീറ്റ് നമ്മളെ ബോദർ ചെയ്യത്തില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നോക്കുന്നത്. അതായത് ടൂറിങ്, ഓഫ് റോഡിങ്, അതായത് കൂടുതൽ ഓഫ് റോഡിങ്, കുറച്ച് ടൂറിങ്, പിന്നെ ഡെയിലി കമ്മ്യൂട്ടിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. തിരിച്ചാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ADV 390 ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. ബിക്കോസ് അഡ്ജസ്റ്റബിൾ ഫോക്സും കാര്യങ്ങളും ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹിമാലയൻ വരുമ്പോൾ സ്റ്റിൽ ഞാൻ ടൂറിങ്ങിന് വേണ്ടിയിട്ട് ഹിമാലയൻ തന്നെ ഡെഫിനറ്റ്ലി പിക്ക് ചെയ്യും. ബിക്കോസ് ടൂറിങ്ങിൻ്റെ ഒക്കെ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. എഞ്ചിൻ്റെ സൈഡിലാണെങ്കിലും വൈബ്രേഷൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെയധികം മിനിമൽ വൈബ്രേഷൻസ് ആണ്. ലഗേജ് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്, ടാങ്ക് റേഞ്ച് ബെറ്റർ ആണ്. സോ ടൂറിങ് മെഷീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹിമാലയൻ. പക്ഷേ ഓവറോൾ പർപ്പസിന് ഹാൻഡ്സ് ഡൗൺ ADV 390. ഓഫ് റോഡിങ് ആണെങ്കിൽ ഹാൻഡ്സ് ഡൗൺ ADV 390, ഒരു ഡൗട്ടും വേണ്ട. ബെറ്റർ ആയിട്ടുള്ള ലോ ആൻഡ് ടോർക്ക് ആണെന്നുണ്ടെങ്കിൽ അതവിടെ ഉണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ക്രോളിംഗ് ഫീച്ചർ ഉള്ളതുകൊണ്ട് ട്രാഫിക്കിൽ ലോ സ്പീഡിൽ ഈസി ആയിട്ട് മാനുവർ ചെയ്ത് പോകാൻ പറ്റും. ഹാൻഡ്ലിങ് വളരെയധികം നിമ്പിളാണ്. ഈവൻ ഓഫ് റോഡ് കണ്ടീഷൻസിലാണെങ്കിലും സസ്പെൻഷൻ, ട്രാവലും ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ബെറ്ററായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് മാനേജ്മെൻറ്റ് സിറ്റി കണ്ടീഷൻസിലും ഓക്കെയാണ്. സോ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് ഡെഫിനറ്റ്ലി ഡെയിലി കമ്മ്യൂട്ടിങ് കൂടി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ADV 390. പിന്നെ ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഹിമാലയനെക്കാട്ടിലും ബെറ്ററായിട്ട് ലുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പുതിയ ADV 390യുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ബട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. ബിക്കോസ് ഞാൻ കൂടുതലും ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ അഗ്രസീവായിട്ടുള്ള നമ്മുടെ ഒരു റൈഡിങ് ഡിസൈനും കാര്യങ്ങളും വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആ ഒരു ഡിസൈൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു ഓഫ് റോഡ് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു വണ്ടിയിലിരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് വളരെയധികം ഡിഫറെൻ്റ് ആണ്. സോ ഇത് ആർക്കാ സ്യൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വണ്ടി ഓടിച്ചതിന് ശേഷം എനിക്ക് വീണ്ടും ഓടിക്കാനായിട്ട് തോന്നുന്നുണ്ട്, വണ്ടി ഒരെണ്ണം മേടിക്കാനായിട്ട് തോന്നുന്നുണ്ട്, അങ്ങനത്തെ ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു
വൈബ്രേഷൻ്റെ കേസ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അത് ഡിസപ്പോയിൻറ്റഡ് ആ ഒരു കാര്യത്തിൽ മാത്രം. ബാക്കി സെറ്റ് വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ്. പിന്നെ ക്വാളിറ്റി ഇഷ്യൂസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വണ്ടി ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ അധികം റിസർച്ച് ചെയ്തിട്ടില്ല. ചോദിച്ചപ്പം ആൾക്കാരിപ്പം മേടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, അവർക്കങ്ങനെ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ്സ് പറയാനായിട്ടുള്ള ടൈമൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓണേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും മസ്റ്റായിട്ട്. കംപ്ലയിൻസ് ഒക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. ഹിമാലയൻ്റെ കേസിൽ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിക്കോസ് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു വണ്ടി ഇറങ്ങിയിട്ട്, ഒരുപാട് ആൾക്കാർ ഓണേഴ്സ് തന്നെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഇട്ടത്. സോ വരട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വീഡിയോ കാണുക. എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്യുന്ന ആൾക്കാരാണ്, ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ ഓടിച്ചിട്ടുള്ള ആൾക്കാരാണ്, അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഗൈസ്, ബിക്കോസ് നിങ്ങളുടെ കമൻസ് ആണ് ശരിക്കുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു ലേണിംഗ് പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ മസ്റ്റായിട്ട് ഞാൻ പറയും. എനിക്കറിഞ്ഞൂടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എനിക്കത് പറഞ്ഞു തരിക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട്. സോ അത് ഞാനും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, ഞാൻ മിസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആ ഒരു കാര്യം കമൻറ്റ് സെക്ഷനിൽ പറയുക, നമുക്ക് നെക്സ്റ്റ് വീഡിയോ തൊട്ട് റെഡിയാക്കാവുന്നതാണ്. പിന്നെ വീഡിയോ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ അല്ലെങ്കിൽ ചാനലിൽ വരുന്ന കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.